ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇക്കണോമിക് റിഫോംസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്ന ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് പഠിക്കുന്നത്. അത് ഡീപ്പായിട്ട് പഠിക്കുകയാണ്. അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ച്, അതിൻ്റെ ആ പ്രധാനപ്പെട്ട കണ്ടൻറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ന്യൂ ഇക്കണോമിക് പോളിസി അറിയാമല്ലോ, പുത്തൻ സാമ്പത്തിക നയം. എല്ലാ എക്സാമുകൾക്കും, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഒരു സ്ഥിര ക്വസ്റ്റ്യനാണ് ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേരള PSC സംബന്ധിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോയാലോ, ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഓർക്കുക, ഇവിടെ ഈ സ്ലൈഡിലൊന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് +1 ആ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അടുത്ത വർഷം മാറുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിനകത്ത് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരാനേ സാധ്യതയുള്ളൂ. പൂർണ്ണമായിട്ടും ആ ചാപ്റ്റർ എടുത്ത് മാറ്റില്ല. അപ്പോൾ +1 അതായത് NCERT +1 മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാണ് ആ ടെക്സ്റ്റിൻ്റെ പേര്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിലാണ് നമ്മൾ ഈ പഠിക്കുന്ന ന്യൂ ഇക്കണോമിക് പോളിസിയെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അധികം ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് NCERT അല്ലെങ്കിൽ SCERT +1 ടെക്സ്റ്റ് ബുക്കാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലാണുള്ളത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആ ചാപ്റ്ററിൻ്റെ പേജാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ കണ്ടോ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ആനപ്രൈസൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള മുൻകാല ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. PSC ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതാണ്ടേ, എമംഗ് ദ ഫോളോയിങ് വിച്ച് വാസ് നോട്ട് എ മേജർ പോളിസി ഇനിഷ്യേറ്റീവ് അണ്ടർടേക്കൺ ആസ് ദ പാർട്ട് ഓഫ് ന്യൂ ഇക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ, അല്ലേ. എമംഗ് ദ ഫോളോയിങ് which was not a major policy initiative undertaken as part of new economic reforms in India. അതായത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതോ ഉൾപ്പെടാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനോടൊപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? 2024 ഓഫീസ് അറ്റൻഡർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്ക്. വ്യാപാര രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള അതിർത്തി. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് കിട്ടിക്കാണും ആൻസർ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 തന്നെ ചോദിച്ച LDC ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? വ്യാവസായിക, കാർഷിക, ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, വ്യാവസായിക കാർഷിക മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓക്കെ, അടുത്ത 2023 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം, ഉദാരവൽക്കരണം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ പഠിച്ചില്ലെങ്കിൽ തന്നെ ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. കണ്ടോ, 2023 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2021 ചോദിച്ചാണ്. ICDS സൂപ്പർവൈസർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്? നരസിംഹറാവു, ലാലു പ്രസാദ് യാദവ്, രാജീവ് ഗാന്ധി, വാജ്പേയി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അല്ലേ, പഠിച്ചിട്ടുള്ള ആ ടോപ്പിക്കുകളിൽ വരുന്നതാണിത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിന് ജസ്റ്റ് ഒരു ഓവറാൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കെയിം ടു ഇഫക്റ്റ്, ന്യൂ ഇക്കണോമിക് പോളിസി കെയിം ടു ഇഫക്റ്റ് എന്നാണ്ട് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് ജൂലൈ 24, 1921 ജൂലൈ 24, 1921 ചില ടെക്സ്റ്റുകളിൽ 23 കൊടുക്കാറുണ്ട്, എങ്കിലും 24 കറക്റ്റ് കേട്ടോ. PSCയുടെ ആൻസർ അനുസരിച്ച് 24. ചിലതിൽ 23. എനിവേ 24 ഇല്ല, ജൂലൈ 24 ഇല്ല, 23 ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ 23 നമുക്ക് എഴുതാം. ചില ടെക്സ്റ്റുകളിൽ പ്രത്യേകിച്ച് ഈ ഡിഗ്രി ലെവൽ PG ലെവൽ പഠിക്കുന്ന ടെക്സ്റ്റുകളിലൊക്കെ ഇവരിങ്ങനെ കൊടുത്ത് ജൂലൈ 23 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കെയിം ടു ഇഫക്റ്റ് ഓൺ ജൂലൈ 24, 1991. അപ്പോൾ ഓർക്കുക, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആ ജൂലൈ 24 91 PSC 24 കേട്ടോ, 24 മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1991 ജൂലൈ 24 ന്യൂ ഇക്കണോമിക് പോളിസി നിലവിൽ വന്നത്, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്ന പ്രൈം മിനിസ്റ്റർ ആരാണ്? പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു അല്ലേ? ഇത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. മറക്കരുത്, PV നരസിംഹറാവു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശേഷണം കൂടിയുണ്ട്. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ കൂടിയാണ് ആര്? PV നരസിംഹറാവു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് PV നരസിംഹറാവു എന്ന് പറയുന്നത്. അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ കൂടിയാണ്. അപ്പോൾ അന്നത്തെ ഈ PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ ഈ ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ചുക്കാൻ പിടിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. കാരണം ഒരു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ കൂടിയായിരുന്നു ആരാണെന്നറിയാമോ? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് അല്ലേ? മൻമോഹൻ സിംഗ്. അപ്പോൾ നമുക്കിവിടെ അതിന് മുമ്പ് ഒരു കാര്യം നോക്കാം. ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ഇന്ത്യയിൽ 91 മുതലാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലേ, പ്രധാനമായിട്ടും സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോംസ് എന്നറിയപ്പെടുന്നത് PV നരസിംഹറാവു തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോഴല്ലേ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ മറക്കരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോം, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് PV നരസിംഹറാവു ആണ്. അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 91 കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? PV നരസിംഹറാവു ആണ്. ഓക്കെ ആണല്ലോ. ഇനിതാ മറ്റൊരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൻമോഹൻ സിംഗ്. PV നരസിംഹറാവുവിൻ്റെ ക്യാബിനറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് 2004 മുതൽ എന്ത് ചെയ്തു അദ്ദേഹം? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. 2004 മുതൽ 2014 വരെ നമ്മൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള പറഞ്ഞിട്ടാണ്. 2004 മുതൽ 2014 വരെ 2 ടേമായിട്ട് 10 വർഷക്കാലം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ആയിരുന്നിട്ടുണ്ട് ആര്? മൻമോഹൻ സിംഗ്. അതിനൊക്കെ മുമ്പ് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഇക്കോണമിസ്റ്റ് കൂടിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്ട് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി അല്ലേ, ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി, അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഫാദർ ഓഫ് ദ ഇക്കണോമിക് റിഫോംസ് ആണെങ്കിൽ, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവാണെങ്കിൽ ആരാണ്? PV നരസിംഹറാവു ആണ്. ഓക്കെ, എന്നാൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ന്യൂ ഇക്കണോമിക് പോളിസി അല്ലേ, അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ആർക്കിടെക്ട് ശില്പി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? മൻമോഹൻ സിംഗ്. മറക്കരുത്, മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. അത് PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തായിരുന്നു? ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോംസ് എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? PV നരസിംഹറാവു ആണ്. അപ്പോൾ ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി, ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് ചോദിച്ചാൽ ആരല്ല? PV നരസിംഹറാവു അല്ല, അത് മൻമോഹൻ സിംഗ് ആണ്. ക്ലിയർ ആണല്ലോ. അവിടെ ന്യൂ ഇക്കണോമിക് പോളിസി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നോക്ക്, പ്രിപ്പയർഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് റിഫോംസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത്, ശില്പി എന്ന് വിളിക്കുന്നത്, ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ശില്പി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഈ ഇക്കണോമിക് റിഫോംസിൻ്റെ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, കരട് തയ്യാറാക്കിയത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ് അല്ലേ. അപ്പോൾ അത് എഴുതി തയ്യാറാക്കിയത്, അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയത്, എന്തൊക്കെ വ്യവസ്ഥകൾ നടപ്പിലാക്കണം ഇക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ എന്ത് ചെയ്തത്? എഴുതി തയ്യാറാക്കി അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്തത്, പ്രിപ്പയർ ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ദാറ്റ് ഈസ് വൈ മൻമോഹൻ സിംഗ് ഈസ് കാൾഡ് ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഓർ ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്ട്? അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? BR അംബേദ്കർ എന്ന് പറയുന്നത് പോലെ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ, ന്യൂ ഇക്കണോമിക് റിഫോംസിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? കരട് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണത്? മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ്. ക്ലിയർ ആണല്ലോ. നോക്ക്, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പ്രസന്റഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് റിഫോംസ് ടു ദ IMF അല്ലേ. ഇത് എവിടെ എന്ത് ചെയ്തു? ഈ ഡ്രാഫ്റ്റ് അദ്ദേഹം എവിടെ പ്രസന്റ് ചെയ്തു? ഇക്കണോമിക് റിഫോംസ് ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല, എവിടെയാണ്? IMF-ൽ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. കാരണം എന്താണ്? അവരാണ് നമുക്ക് സാമ്പത്തിക സഹായം തന്നത്. IMF മാത്രമല്ല, വേൾഡ് ബാങ്കും. എന്നിട്ട് അവരാണ് എന്ത് ചെയ്തത്? പ്രൊവിഷൻസ് മുന്നോട്ട് വെച്ചത്, വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യ ഷുഡ് ലിബറലൈസ് ദെയർ പോളിസി അല്ലെ, ഇന്ത്യ ഷുഡ് ലിബറലൈസ് ഹെർ പോളിസീസ് എന്ന് പറഞ്ഞത്. അതുപോലെ പ്രൈവറ്റൈസേഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞത് ആരാണ്? മറ്റാരുമല്ല, ആരാണ്ടേ? IMF-ഉം വേൾഡ് ബാങ്കുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ IMF-ലാണ് ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് അവർ പറഞ്ഞ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് IMF-ൽ ഇത് പ്രസന്റ് ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. കാരണം അവർക്കറിയണ്ടേ അവർ പറഞ്ഞ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയെന്ന്. കാരണം അവർ നമുക്ക് എന്താണ് വായ്പ തന്നിട്ടുണ്ട് അല്ലേ.
വായ്പ തന്നിട്ടുണ്ട്. അല്ലേ, ഏകദേശം എന്താണ് $700 ബില്യൺ ആണ് നമുക്ക് എന്ത് ചെയ്തത്, വായ്പയായിട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഡ്രാഫ്റ്റ് IMF പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ IMF അത് പ്രസൻറ്റ് ചെയ്തത് ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ്. ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഡ്രാഫ്റ്റ് IMF പ്രസൻറ്റ് ചെയ്തത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി നോക്ക്, ഇനിഷ്യേറ്റഡ് ദ ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം. ഇനിതാ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ, ഇനിഷ്യേറ്റഡ് ദ ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം, തുറന്ന സമ്പദ് വ്യവസ്ഥാ സംവിധാനം. ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം, ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇക്കോണമി ഉണ്ട്, ഓപ്പൺ ഇക്കോണമി ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്കണോമിക് തിയററ്റിക്കൽ മോഡൽസ് ആണ്. ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ആൻ ഇക്കോണമി വിച്ച് ഹാസ് നോ ഇക്കണോമിക് റിലേഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് യാതൊരു സാമ്പത്തിക ബന്ധവും ഇല്ലാത്ത ഇക്കോണമിക്ക് പറയുന്ന പേരാണ് ക്ലോസ്ഡ് ഇക്കോണമി. ഓപ്പൺ ഇക്കോണമി ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം വിച്ച് ഹാസ് ക്ലോസ് ഇക്കണോമിക് റിലേഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓപ്പൺ ഇക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ 90 കാലഘട്ടം വരെയും നമ്മൾ എന്തായിരുന്നു, ഒരു പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതുപോലെ ആയിരുന്നു. ഏകദേശം നമ്മൾ എന്ത് തന്നെയായിരുന്നു, ഒരു ക്ലോസ്ഡ് ഇക്കോണമി. കാരണം വിദേശ രാജ്യങ്ങളുമായിട്ട്, ലോകരാജ്യങ്ങളുമായിട്ടൊന്നും വലിയ റിലേഷൻസ്, ഇക്കണോമിക് റിലേഷൻസിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നില്ല. നമുക്കൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ട്രേഡ് പോളിസി ആയിരുന്നു, ഇക്കണോമിക് പോളിസിയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നമ്മളൊരു ഓപ്പൺ ഇക്കോണമി ആയിട്ട്, ഒരു ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക്, പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറി 91 ശേഷം. ഏതിനൂടെ? ന്യൂ ഇക്കണോമിക് പോളിസിയിലൂടെ. അങ്ങനെ ഈ ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം നിലവിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആരുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ്. കാരണം അന്ന് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം അല്ലേ. അപ്പോൾ ഇന്ത്യ ഇനിഷ്യേറ്റഡ് ദ ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം അണ്ടർ ദി പീരീഡ് ഓഫ് PV നരസിംഹറാവു. ആരുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ത്യ ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റം ഇനിഷ്യേറ്റ് ചെയ്തത്, തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇംപ്ലിമെന്റഡ് ദ ന്യൂ ഇക്കണോമിക് റിഫോംസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യ ന്യൂ ഇക്കണോമിക് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്തത് ആരുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിൻ്റെ കാലം. കാരണം അന്നത്തെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമാണ്. മാറിപ്പോരുത്. ആർക്കിടെക്ട് എന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി, അല്ലെങ്കിൽ ഫാദർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി, അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പി, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. എന്നാൽ ഇക്കണോമിക് റിഫോംസ് ആണെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ അതാരാണ്? PV നരസിംഹറാവു. ന്യൂ ഇക്കണോമിക് പോളിസി അല്ല, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ, കാരണം ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തത് ആരായിരുന്നു? PV നരസിംഹറാവു ആണ്. കാരണം അന്ന് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിരുന്നു. അവിടെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ ആണ്. ഒരു ചേഞ്ച് വ്യത്യാസം, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുമല്ലോ. ഇനി ഫിനാൻസ് മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഇക്കണോമിക് റിഫോംസ്. ഫിനാൻസ് മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇക്കണോമിക് റിഫോംസ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, മൻമോഹൻ സിംഗ്. ഓക്കെ. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? PV നരസിംഹറാവു. ക്ലിയർ ആണല്ലോ. ഇനി presented the economic reforms in parliament along with the budget. അപ്പോൾ IMF ഇത് പ്രസന്റ് ചെയ്തത്, ഈ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്ത ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ ബഡ്ജറ്റിലൂടെ, ഒരു ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട്, അന്നത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിൽ എന്ത് ചെയ്തത്? ന്യൂ ഇക്കണോമിക് പോളിസി ആദ്യമായിട്ട്, ഈ ന്യൂ ഇക്കണോമിക് റിഫോംസ് പാർലമെന്റിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? മൻമോഹൻ സിംഗ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റിന്റെ ഭാഗമായിട്ടാണ് ന്യൂ ഇക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? മൻമോഹൻ സിംഗ്. അപ്പോൾ IMF പ്രസന്റ് ചെയ്തത്, അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലും പ്രസന്റ് ചെയ്തത് ആര് തന്നെയാണ്? മൻമോഹൻ സിംഗ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി when the new economic reforms were announced, India was following annual plans. അപ്പോൾ അവിടെ തെറ്റിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 5-year പ്ലാൻ ഏതാണ് എന്ന്. പക്ഷേ അന്ന് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തില്ല? 5-year പ്ലാൻ ഇല്ല. കറക്റ്റ് ആ 91 91 ജൂലൈ 24 മുതലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് എന്താണ്? ആനുവൽ പ്ലാൻസ് ആണ്, വാർഷിക പദ്ധതിയാണ്. 90 അല്ലെ, 90, 91, 91, 92, അതായത് 1990 മുതൽ 92 വരെ എന്തായിരുന്നു? ആനുവൽ പ്ലാൻസ് ആയിരുന്നു, വാർഷിക പദ്ധതികളായിരുന്നു, ആനുവൽ പ്ലാൻസ് ആണ്. അപ്പോൾ when the new economic reforms were announced, ന്യൂ ഇക്കണോമിക് പോളിസി റിഫോംസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ എന്തായിരുന്നു? ആനുവൽ. അത് നോക്ക്, അനൗൺസ് ചെയ്യുന്ന സമയത്താണ്, കണ്ടോ? അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു? ആനുവൽ പ്ലാൻസ് ആയിരുന്നു, അല്ലേ? പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 92 മുതൽ 8ാം പദ്ധതിയിലേക്ക് പോകുന്നത്. പിന്നീട് യഥാർത്ഥ ഈ പ്രൊവിഷൻസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, യഥാർത്ഥ വ്യവസ്ഥകളൊക്കെ വരുന്ന യഥാർത്ഥത്തിൽ എന്താണ്? 8ാം പദ്ധതിയിൽ തന്നെയാണ്. പക്ഷേ അത് പ്രഖ്യാപിക്കുമ്പോൾ
എന്ത് 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല. 90-92 വരെ എന്താണ് ആനുവൽ പ്ലാൻസ്, വാർഷിക പദ്ധതി. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗൾഫ് വാർ അല്ലേ, ഇക്കണോമിക് ക്രൈസിസ് ഈ സമയത്തൊക്കെ 80കളുടെ അവസാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 5 ഇയർ പ്ലാൻസിനെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തു, നിർത്തിവയ്ക്കുകയും നമ്മൾ ആനുവൽ പ്ലാൻസ്, വാർഷിക പദ്ധതികൾ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ ഹ്യൂജ് ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ, സിവിയർ ഇക്കണോമിക് ക്രൈസിസ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ 91 അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു പിന്നെ ഇതിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ 5 ഇയർ പ്ലാൻസ് അല്ല, ആനുവൽ പ്ലാൻസ് ആയിരുന്നു. ആനുവൽ പ്ലാൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നോക്ക്, ദ ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഫോക്കസ്ഡ് ഓൺ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, എയിമിംഗ് ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ, encourage private participation, attract foreign investment, integrate Indian economy with the global markets and modernize India's economic structure. അപ്പോൾ നോക്കട്ടെ, the features of the new economic policy 1991 91 എന്തിൻ്റെയാണ് ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തിൽ ഫോക്കസ് ചെയ്തിരുന്നതാണ്, എന്തിൽ ഫോക്കസ് ചെയ്തു, ലിബറലൈസേഷനിൽ ഫോക്കസ് ചെയ്തു, പ്രൈവറ്റൈസേഷനിൽ ഫോക്കസ് ചെയ്തു, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്ത്യൻ ഇക്കോണമിയിൽ, ഇന്ത്യൻ ഇക്കണോമിക്സിൽ LPG എന്ന് നമ്മൾ പറയുന്നത്, ആൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതാ നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി. എയിമിംഗ്, ലക്ഷ്യം വയ്ക്കുന്നു. എന്തൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ? അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പറയട്ടെ. ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ന്യൂ ഇക്കണോമിക് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നോക്ക്. ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ, എന്ത് കുറയ്ക്കുക, ഗവൺമെന്റ് നിയന്ത്രണം കുറയ്ക്കുക. അപ്പോൾ ചോദിക്കാം, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയിൽ ഫോക്കസ് ചെയ്തിരുന്ന നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന്, റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ, രാജ്യത്ത് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. എൻകറേജ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം ചെയ്യുക, അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുക, വിദേശ നിക്ഷേപം ആകർഷിക്കുക. ഇന്റഗ്രേറ്റ് ഇന്ത്യൻ ഇക്കോണമി വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്സ്, ഇന്റഗ്രേറ്റ് ഇന്ത്യൻ ഇക്കോണമി വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്സ്, ആഗോള കമ്പോളവുമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കുക. ആൻഡ് മോഡേണൈസ് ഇന്ത്യാസ് ഇക്കണോമിക് സ്ട്രക്ചർ, ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ, അടിസ്ഥാന സാമ്പത്തിക ഘടനയെ എന്ത് ചെയ്യുക, മോഡേണൈസ് ചെയ്യുക, ആധുനികവൽക്കരിക്കുക. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 91 ഇൻട്രൊഡ്യൂസ് ചെയ്ത പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ, ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. എൻകറേജ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം ആകർഷിക്കുക. ഇന്റഗ്രേറ്റ് ഇന്ത്യൻ ഇക്കോണമി വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്സ്, ആഗോള കമ്പോളവുമായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, ഇണക്കിച്ചേർക്കുക. ആൻഡ് മോഡേണൈസ് ഇന്ത്യാസ് ഇക്കണോമിക് സ്ട്രക്ചർ, ഇന്ത്യൻ സാമ്പത്തിക ഘടനയെ എന്ത് ചെയ്യുക, ആധുനികവൽക്കരിക്കുക. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി. ക്ലിയർ ആണല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, നോക്കുക, ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവുകയാണ്. 3 പില്ലേഴ്സ് ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ 3 പില്ലറുകൾ, 3 തൂണുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കിയാലോ നമുക്ക്. ദ NEP ഇന്ത്യാസ് NEP, ഇന്ത്യാസ് ന്യൂ ഇക്കണോമിക് പോളിസി introduced on 24th July 1991 is built on 3 core pillars. 3 പ്രധാനപ്പെട്ട പില്ലറുകളിലാണ് ജൂലൈ 24 1991 ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ ഇക്കണോമിക് പോളിസി നമ്മൾ ബിൽറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ 3 പില്ലറുകളിലാണ് നമ്മൾ എന്ത് കെട്ടിപ്പടുത്തിരിക്കുന്നത്, ന്യൂ ഇക്കണോമിക് പോളിസി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ലിബറലൈസേഷൻ. 3 പില്ലറുകൾ ഏതൊക്കെയാണ്? ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. Which are the 3 pillars of the new economic policy? ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? അതിനകത്ത് ഏത് കൂടി ഉണ്ടായിരുന്നു? ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് കൂടി ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഇതിന്റെ കൂടെ എന്ത് കൂടി വരും? ലാൻഡ് റിഫോംസ് കൂടെ ചേർത്തിട്ട്, അവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ലാൻഡ് റിഫോംസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചോദിച്ചു. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏത്? ന്യൂ ഇക്കണോമിക് പോളിസീസിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചു. ഏതാണ്? ലിബറലൈസേഷൻ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ പില്ലറാണ്. പ്രൈവറ്റൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഉൾപ്പെടാത്തത് ഏതാണ്? നമ്മുടെ ഭൂപരിഷ്കരണമാണ്, ലാൻഡ് റിഫോം ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് 3 പില്ലറുകൾ എന്ന് പറയുന്നത്. പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ?
അടുത്ത അപ്പോൾ നമ്മൾ ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ലിബറലൈസേഷൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷനുമാണ് നോക്കുന്നത്. ഗ്ലോബലൈസേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ലിബറലൈസേഷൻ ഉദാരവൽക്കരണം നോക്കാം. ലിബറലൈസേഷൻ ഇൻവോൾവ്സ് റിലാക്സേഷൻ ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇക്കോണമി ടു എൻകറേജ് പ്രൈവറ്റ് എന്റർപ്രൈസ് ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി. അപ്പോൾ നോക്കണേ, ലിബറലൈസേഷൻ ഇൻവോൾവ്സ്, ലിബറലൈസേഷൻ എന്താണ്? അപ്പോൾ ഇത് മനസ്സിലാക്കുക, ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നീട് മാത്രമേ ഇത് കാണാതെ പഠിക്കാവൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാതെ പഠിക്കേണ്ട കാര്യം വരില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷൻ ഇൻവോൾവ്സ്, ലിബറലൈസേഷൻ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കുക. എന്ത്? റിലാക്സേഷൻ ഓഫ് ദ ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുക. റിലാക്സേഷൻ മീൻസ് അയവ് വരുത്തുക, ഇളവ് വരുത്തുക. ഓക്കെ, ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇക്കോണമി, അല്ലേ? അതുപോലെ പിന്നെ എന്ത്? റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇക്കോണമി. അപ്പോൾ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിലും സമ്പദ് വ്യവസ്ഥയിൽ നിലവിലുള്ള റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങളിലും എന്ത് വരുത്തുക? അപ്പോൾ ഗവൺമെന്റ് നിയന്ത്രണങ്ങളിൽ, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളിൽ ആക്കെ എന്ത് ചെയ്യുക? റിലാക്സേഷൻ കൊണ്ടുവരിക, അയവ് വരുത്തുക, ഇളവ് വരുത്തുക. എന്തിനു വേണ്ടിയാണ്? ടു എൻകറേജ് പ്രൈവറ്റ് ഓൺ എന്റർപ്രൈസ്, സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി, രാജ്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്ട് പറയടേ? റിലാക്സേഷൻ ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഇക്കോണമി. അപ്പോൾ ഇക്കോണമിയിലുള്ള ഗവൺമെന്റിന്റെ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും, അല്ലേ? അതുപോലെ എന്താണ്? ഗവൺമെന്റിന്റെ കൺട്രോൾ, അതുപോലെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ, അതെന്ത് ചെയ്യുക? കുറയ്ക്കുക. അതിനകത്ത് റിലാക്സേഷൻ കൊണ്ടുവരിക, അയവ് വരുത്തുക, ഇളവ് വരുത്തുക. എന്തിനു വേണ്ടി? ടു എൻകറേജ് പ്രൈവറ്റ് എന്റർപ്രൈസ്, സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യത്ത്. ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി, അതുപോലെ രാജ്യത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ. കാരണം ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ ഇന്ത്യയിൽ കമാൻഡിങ് പവർ എന്ന് പറയുന്ന ആർക്കാണ്? ഗവൺമെന്റിനാണ്. എല്ലാ എന്റർപ്രൈസസും എല്ലാ സംരംഭങ്ങളും ആരുടെ കൺട്രോളിലായിരുന്നു? ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇക്കണോമിക് ക്രൈസിസിലേക്ക് പോയത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക, എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഈ ഗവൺമെൻറ് അനാവശ്യമായ നിയന്ത്രണങ്ങൾ, അല്ലേ, അതുപോലെ പിന്നെ അനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഇടപെടലുകൾ എന്തെല്ലാം റിലാക്സ് ചെയ്യാൻ ആര് തീരുമാനിച്ചു? ഗവൺമെൻറ് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് തീരുമാനിച്ചു. ഇതാണ് ലിബറലൈസേഷൻ. ക്ലിയർ ആവുമല്ലോ? ഉദാരവൽക്കരണം. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് ഇതാണ്, ഗവൺമെന്റിന്റെ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും കുറയ്ക്കലാണ് ലിബറലൈസേഷൻ. ഉദാരമാക്കുക, അല്ലേ? ഉദാരമാക്കുക എന്ന് വെച്ചാൽ നമ്മളെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക. ഓക്കെ, ഇനി കീ ആസ്പെക്ട്സ് ഇൻക്ലൂഡ്, അതിനകത്ത് വന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ റെഗുലേഷൻസ് ആണ് നമ്മൾ എടുത്തു കളഞ്ഞതെന്ന് ഇനി പറയുകയാണ്. ഏതൊക്കെ റെഗുലേഷൻസ് ആണ് നീക്കം ചെയ്തത്? കീ ആസ്പെക്ട്സ് ഇൻക്ലൂഡ്, പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ എന്ന് പറയുന്ന ലിബറലൈസേഷൻ ആസ്പെക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളെ ഡീറെഗുലേറ്റ് ചെയ്യുക, വ്യാവസായിക രംഗത്തുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക. ഡീറെഗുലേഷൻ, നിയന്ത്രണങ്ങൾ അയവ് വരുത്തുക, എവിടെയുള്ള? ഇൻഡസ്ട്രീസിലുള്ള. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക. ട്രേഡ് ലിബറലൈസേഷൻ, വ്യാപാര രംഗത്ത് ഉദാരവൽക്കരണം കൊണ്ടുവരിക. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുക. സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സ് സ്ട്രക്ചേഴ്സ്, നികുതി ഘടന ലളിതമാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദാരവൽക്കരണ നടപടികൾ. ഇന്ത്യയിൽ നമ്മൾ കൈക്കൊണ്ട ഉദാരവൽക്കരണ ലിബറലൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? അല്ലേ? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായ രംഗത്ത് വ്യവസായങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, ആരുടെ നിയന്ത്രണങ്ങൾ? ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ രംഗത്ത് ബാങ്കിങ് രംഗത്തും മറ്റും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ട്രേഡ് ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ വ്യാപാര രംഗത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, വ്യാപാരം ഉദാരമാക്കിയെന്നാണ് എൻ്റെ അർത്ഥം. വ്യാപാര രംഗത്തുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഷ്കരിച്ചു, നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു. സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സ് സ്ട്രക്ചർ, പണ്ടാണെങ്കിൽ ടാക്സ് ഹൈ ടാക്സ് ആണ് ഇമ്പോസ് ചെയ്തിരുന്ന ഗവൺമെൻറ്, അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ, ലളിതമാക്കി ടാക്സ് സ്ട്രക്ചറൊക്കെ. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിലാണ് നമ്മൾ ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പാരഗ്രാഫിൽ
എന്താണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നുണ്ട്, ഏതൊക്കെ രംഗത്താണ് ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും പ്രതിപാദിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നേരത്തെ നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ചാപ്റ്റർ റെഫർ ചെയ്യുക. അപ്പോൾ അതിന് പിന്നെ അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എല്ലാ പ്രധാനപ്പെട്ട കണ്ടൻസും നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എല്ലാ പിന്നെ പോയിന്റ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം റീഡിങ്സ് വേണമെങ്കിൽ വായിക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോന്നും എടുത്ത് പറയുകയാണ്. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലിബറലൈസേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. ഓക്കെ, ആ വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്ന ലിബറലൈസേഷൻ മെഷേഴ്സിന് നമ്മൾ ഇങ്ങനെ വിളിക്കും, ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, വ്യാവസായിക രംഗത്തെ നിയന്ത്രണങ്ങൾ നീക്കൽ, അല്ലേ? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എന്ന് വിളിക്കും, വ്യാവസായിക മേഖല പരിഷ്കാരങ്ങൾ എന്ന് വിളിക്കും, വ്യാവസായിക മേഖല പരിഷ്കാരങ്ങൾ. നോക്കാം, ഒന്നാമതായിട്ട് അവിടെ ചെയ്തത്, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്ന പോയിന്റ്സ് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. നോക്കാം, അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അല്ലെങ്കിൽ അതിന് ഡീ ലൈസൻസിങ് എന്ന് പറയും. അപ്പോൾ വ്യാവസായിക രംഗത്തെ ആദ്യത്തെ ഉദാരവൽക്കരണ നടപടി എന്തായിരുന്നടേ? അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. എന്ത് ചെയ്തു? വ്യാവസായിക രംഗത്തെ ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി. അതിനെ പറയുന്ന പേരാണ് ഡീ ലൈസൻസിങ്. ഡീ ലൈസൻസിങ്, നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി. ഓക്കെ, നോക്ക്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് ഫോർ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഫ്യൂ. നോക്ക്, എന്താണ് ചെയ്തത്? ഇൻഡസ്ട്രിയലൈസ് പണ്ട് എന്ന് വെച്ചാൽ 91 മുമ്പ് സ്വകാര്യ മേഖലയ്ക്ക് എന്ത് വ്യവസായം ആരംഭിക്കണമെങ്കിലും ഗവൺമെന്റിൽ നിന്നും ലൈസൻസ് വേണം, പെർമിഷൻ വേണം. ലൈസൻസ് എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ മാത്രമല്ല കേട്ടോ, തുടങ്ങാൻ, അത് എക്സ്പാൻഡ് ചെയ്യാൻ, പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഈവൻ ക്ലോസ് ചെയ്യാൻ വേണമെങ്കിലും എന്ത് വേണം? ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ലൈസൻസിങ് സിസ്റ്റം നമ്മുടെ വ്യാവസായിക രംഗത്തെ എന്ത് ചെയ്തു? മുരടിപ്പിച്ചു, വളർച്ചയെ എന്ത് ചെയ്തു? മുരടിപ്പിച്ചു. അങ്ങനെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അല്ലെങ്കിൽ ഡീ ലൈസൻസിങ് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ലൈസൻസിങ് സമ്പ്രദായം എടുത്തു കളഞ്ഞു. അപ്പോൾ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് ഫോർ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഫ്യൂ. എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ട് ലൈസൻസിങ് എടുത്ത് കളഞ്ഞില്ല കേട്ടോ. എക്സെപ്റ്റ് എ ഫ്യൂ, വളരെ കുറച്ച് വ്യവസായങ്ങൾ ഒഴികെ മെജോറിറ്റി ഇൻഡസ്ട്രീസിൻ്റെ ലൈസൻസിങ് എടുത്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ ഇനി മുതൽ ലൈസൻസ് ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ഈ ലൈസൻസിങ്ങിനുണ്ടായിരുന്ന സ്ട്രിക്റ്റ് നോംസ് ഒക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും വ്യവസായങ്ങൾ ആരംഭിക്കാമെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. എക്സെപ്റ്റ് എ ഫ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് വ്യവസായങ്ങൾ ഒഴികെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഇനി പറയുന്നുണ്ട്. ദ റിഫോം പോളിസീസ് ഇനിഷ്യേറ്റഡ് ഇൻ 1991 and thereafter abolished most of these controls. അപ്പോൾ റിഫോം പോളിസീസ് ഇനിഷ്യേറ്റഡ് ഇൻ 1991 ആൻഡ് thereafter 91 നമ്മൾ റിഫോംസ് കൊണ്ടുവന്നു, റിഫോം പോളിസീസ് കൊണ്ടുവന്നു. ആൻഡ് അബോളിഷ്ഡ് മോസ്റ്റ് ഓഫ് ദീസ് കൺട്രോൾസ്, ഒരുപാട് കൺട്രോൾസ് എടുത്തു കളഞ്ഞു. ഇനി നോക്ക്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് റിമൂവ്ഡ് ഫോർ ആൾ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എക്സെപ്റ്റ്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ പറഞ്ഞില്ലേ എക്സെപ്റ്റ് എ ഫ്യൂ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് റിമൂവ്ഡ് ഫോർ ആൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെയും എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, വ്യാവസായിക ലൈസൻസിങ് നമ്മൾ എന്ത് ചെയ്തു? നീക്കം ചെയ്തു. എക്സെപ്റ്റ് എ ഫ്യൂ പറഞ്ഞില്ലേ? എക്സെപ്റ്റ് ഒഴികെ. ഏതിൻ്റെ ഒഴികെ? എ ഫ്യൂവിൽ പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യവസായങ്ങൾ അപ്പോഴും എന്ത് വേണം? ലൈസൻസിങ് സിസ്റ്റം നിലനിർത്തി, അല്ലെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. അതേതൊക്കെയാണ് ലൈസൻസിങ് വേണ്ടത്? ആൽക്കഹോൾ, അത് നമുക്ക് എടുത്തു കളയാൻ പറ്റുമോ? ഇല്ല. സിഗരറ്റ്സ്, കണ്ടോ? സിഗരറ്റ്സ്. ഹസാഡസ് കെമിക്കൽസ്, അപകടകരമായ രാസവസ്തുക്കൾ. ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, സ്ഫോടക വസ്തുക്കൾ. ഇലക്ട്രോണിക്സ്, അല്ലേ? എയറോസ്പേസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലേ? എയറോസ്പേസ് എന്ന് വെച്ചാൽ ഈ പിന്നെ എന്താണ്, ഈ ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ബഹിരാകാശ വാഹനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, നമ്മുടെ ഫാർമ കമ്പനികൾ, ഔഷധങ്ങളുണ്ടല്ലോ, മരുന്നുകൾ. അപ്പോൾ ഇതിനൊക്കെ എന്ത്? ഇത് ഒഴികെ, അതാണ് എ ഫ്യൂവിൽ വരുന്നത്. ഈ പറഞ്ഞ പ്രോഡക്ട്സ് ഒഴികെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ ലൈസൻസിങ് ആണ് നമ്മൾ നിർത്തലാക്കിയത്. അതിനെയാണ് ഡീ ലൈസൻസിങ്. ഇതിനൊക്കെ ഇപ്പോഴും എന്ത് വേണം? ലൈസൻസ് വേണം. കാരണം അങ്ങനെയുള്ള പ്രോഡക്ട്സുകളല്ലേ? ആൽക്കഹോൾ, സിഗരറ്റ്സ്, ഹസാഡസ് കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്.
ക്ലിയർ ആണല്ലോ. അതിന് എന്ത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ലൈസൻസിങ്. ബാക്കിയുള്ളതിൻ്റെ എന്ത് ചെയ്തു? ലൈസൻസിങ് എടുത്തു കളഞ്ഞു. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിലെ ആദ്യത്തെ പോയിന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പരിഷ്കാരം. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പരിഷ്കാരം നോക്ക്. അപ്പോൾ രണ്ടാമത്തത് നോക്കാം. ഇവിടെ നോക്കാം. രണ്ടാമത്തത് ഡീറിസർവേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ. എന്താണ്? പൊതുമേഖലയുടെ സംവരണം നിർത്തലാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിലെ കുറേ വ്യവസായങ്ങൾ എന്ത് ചെയ്തു? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ, പബ്ലിക് സെക്ടറിൻ്റെ കൺട്രോളിൽ മാത്രമാണ്. പ്രത്യേകിച്ച് കീ ആൻഡ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വ്യവസായങ്ങളെല്ലാം കൈവശം വച്ചിരുന്ന ആരായിരുന്നു? പബ്ലിക് സെക്ടർ. അത് നീക്കം ചെയ്തു. ഡീറിസർവേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലയെ എന്ത് ചെയ്തു? പൊതുമേഖലയ്ക്കുണ്ടായിരുന്ന സംവരണം എടുത്തു കളഞ്ഞു. അതാണ് രണ്ടാമത്തെ പരിഷ്കാരം. പോയിന്റ്സ് ആണ് ഇതിനകത്തുള്ള പോയിന്റ്സും. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നോക്ക്. ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ വാസ് റെഡ്യൂസ്ഡ്. പബ്ലിക് സെക്ടറിന്, പൊതുമേഖലയ്ക്ക് മാത്രം സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ്, കുറച്ചു. ദാറ്റ് ഈസ് റിസർവ്ഡ് ലിസ്റ്റിൽ വാസ് സ്ലാഷ്ഡ് ഫ്രം 17 to 8 ഇൻഡസ്ട്രീസ്. 1991 മുമ്പ് റിസർവ്ഡ് ലിസ്റ്റിൽ 17 വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായങ്ങളാണ്. 17 വ്യവസായങ്ങൾ ആർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരുന്നു? ആ പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട്. എന്ന് വെച്ചാൽ ആരുടെ പ്രവേശനമില്ല? പ്രൈവറ്റ് സെക്ടറിന് അങ്ങോട്ട് വന്ന് വ്യവസായങ്ങൾ ആരംഭിക്കാൻ പറ്റില്ല. ആ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് ആരംഭിക്കാൻ പറ്റില്ല. ഓൺലി പബ്ലിക് സെക്ടർ. അപ്പോൾ ആ റിസർവ്ഡ് ലിസ്റ്റ് 90 മുമ്പുണ്ടായിരുന്ന ആ റിസർവ്ഡ് ലിസ്റ്റ് വാസ് സ്ലാഷ്ഡ്. അതിൻ്റെ എണ്ണം കുറച്ചു, അത് വെട്ടിക്കുറച്ചു. എത്രയായിട്ട്? 8 ഇൻഡസ്ട്രീസ്, 8 വ്യവസായങ്ങളായിട്ട് 91 കുറച്ചു. അപ്പോൾ 91 ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് 17 വ്യവസായങ്ങൾ പബ്ലിക് സെക്ടർ റിസർവ് ചെയ്തിരുന്ന എത്രയായിട്ട് കുറച്ചു? 8 ആയിട്ട് കുറച്ചു. മനസ്സിലായില്ലേ? 8 ആയിട്ട് കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഇനി നോക്ക്, അത് 91 ടുഡേ. ഇന്ന് വീണ്ടും പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. ടുഡേ, ഇന്ന് only 2 sectors, atomic energy and railway transport, remain exclusively reserved for the public sector. ഇന്നാണെങ്കിൽ വെറും 2 വ്യവസായങ്ങളാണ് പൂർണ്ണമായിട്ടും പബ്ലിക് സെക്ടറിലുള്ളത്. ഏതൊക്കെയാണ്? അറ്റോമിക് എനർജി, ആണവോർജവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ. റെയിൽവേ ട്രാൻസ്പോർട്ട്, ഇന്ത്യൻ റെയിൽവേ, ഇത് മാത്രമാണ് പൂർണ്ണമായിട്ടും എന്ത്? പബ്ലിക് സെക്ടറിൽ റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ റിസർവ്ഡ് ലിസ്റ്റിൽ, പബ്ലിക് സെക്ടർ റിസർവ്ഡ് ലിസ്റ്റിൽ 17 ആയിരുന്നത് 8 ആയി. 8 ഇപ്പോൾ എത്രയായി? 2 ആയി മാറി. മനസ്സിലായില്ലേ? അപ്പോൾ റെയിൽവേയും വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യും? സ്വകാര്യവൽക്കരിക്കേണ്ട നടപടികളൊക്കെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തോതിലെങ്കിലും അത് നമുക്കൊരു സ്വകാര്യവൽക്കരണം എന്ന് പറയാൻ പറ്റില്ല, പ്രൈവറ്റൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് റെയിൽവേ ഇവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ഉള്ളൂ. അറ്റോമിക് എനർജി, അപ്പോൾ ചിലർക്ക് ജോലി ISRO ഇല്ലേ, സ്പേസ് റിസർച്ച് ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്തു? അതിൽ കുറേ ഭാഗങ്ങളൊക്കെ, പ്രധാനപ്പെട്ട പാർട്ടൊക്കെ എന്ത് ചെയ്തു? സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ എയറോസ്പേസിൻ്റെയും നമ്മളെ ഈ PSLV GSLV ഒക്കെ ഉണ്ടല്ലോ വാഹനങ്ങൾ, ഇതിൻ്റെയൊക്കെ പാർട്സ് നിർമ്മിക്കാനൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്വാധീനമുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. 2 ഇപ്പോൾ ഉള്ളത്. അറ്റോമിക് എനർജിയും റെയിൽവേ ട്രാൻസ്പോർട്ടും. ഇത് 2 എന്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ 17 ആയിരുന്നത് 91 8 ആയി. അപ്പോൾ 91 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് എത്രമാണ്? 8 കുറച്ചത്. എന്നാൽ ഇന്ന് അത് 2 കുറച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള വ്യവസായങ്ങളെല്ലാം എന്ത് ചെയ്തു? പ്രൈവറ്റ് മേഖലയ്ക്ക്, പ്രൈവറ്റ് സെക്ടറിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് നോക്ക്. മൂന്നാമത്തെ പരിഷ്കാരം, MRTP ആക്ട് വാസ് അമെൻഡഡ്. MRTP ആക്ട്, മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? MRTP ആക്ട് 1991 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു നിയമമാണ് MRTP ആക്ട്. അതായത് കമ്പനികളുടെ കുത്തക വ്യവസായം, മൊണോപ്പൊളി തകർക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ് MRTP ആക്ട്. അപ്പോൾ നമുക്ക് ആ MRTP ആക്ട് 1969 ഇത് പാസ്സാക്കിയത്. MRTP ആക്ട് 1969 വാസ് സിഗ്നിഫിക്കൻലി അമെൻഡഡ്. ഗണ്യമായിട്ട് വലിയ തോതിൽ അത് അമെൻഡ് ചെയ്തു, ഭേദഗതി ചെയ്തു. എന്നാണ്? ഇൻ 1991. അപ്പോൾ MRTP ആക്ട് 1969 മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1991 അമെൻഡ് ചെയ്തു, ഭേദഗതി ചെയ്തു. ആസ് എ പാർട്ട് ഓഫ് NEP, ഏതിൻ്റെ ഭാഗമായിട്ട്? ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട്. ഇതാണ് മൂന്നാമത്തെ പരിഷ്കാരം. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിട്ട് ലാർജ് കമ്പനീസ്
no longer needed prior approval from the government and became free to expand and grow based on market demand. അപ്പോൾ ഇങ്ങനെ MRTP ആക്ടിൻ്റെ ഫലമായിട്ട് MRTP ആക്ട് അമെൻഡ് ചെയ്യുന്ന ഫലമായിട്ട് ലാർജ് കമ്പനീസ്, വലിയ കമ്പനികൾക്ക് നോ ലോങ്ങർ നീഡഡ് പ്രയർ അപ്രൂവൽ, എന്ത് വേണ്ട, പ്രയർ മുൻകൂട്ടി അനുവാദം വേണ്ട, പ്രയർ അപ്രൂവൽ വേണ്ട, എന്തിൽ നിന്ന്, ഫ്രം ദ ഗവൺമെന്റിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വേണ്ട, എന്ത്, വ്യവസായങ്ങൾ ആരംഭിക്കാൻ, ഉൽപ്പാദനം നടത്താൻ. ആൻഡ് ബിക്കെയിം ഫ്രീ, അതുപോലെ എന്താണ്, ലാർജ് കമ്പനികൾക്ക് എന്ത് ചെയ്ത്, മുൻകൂട്ടി ഗവൺമെന്റിൽ അപ്രൂവൽ വേണ്ട, ആൻഡ് ബിക്കെയിം ഫ്രീ, അവർ സ്വതന്ത്രമായിട്ട് മാറി. എന്തിന്, ടു എക്സ്പാൻഡ് ആൻഡ് ഗ്രോ, വികസിക്കാനും വളരാനും, ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഡിമാൻഡ്, കമ്പോളത്തിലെ ഡിമാൻഡ്, കമ്പോളത്തിലെ ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്ത് സ്വയം വളരാനും വികസിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യവും, അല്ലേ, സ്വാതന്ത്ര്യം ആർക്ക് ലഭിച്ചു, ഈ ഇന്ത്യയിലെ ലാർജ് കമ്പനി, പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനീസ് ലഭിച്ചു. ഏത് അമെൻഡ് ചെയ്തതിലൂടെ, MRTP ആക്ട് ഭേദഗതി ചെയ്തതിലൂടെ. അപ്പോൾ 1969 MRTP ആക്ട് വളരെ സ്ട്രിക്റ്റ് നോംസ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു, നമ്മൾ 91 അമെൻഡ് ചെയ്തു, ഭേദഗതി ചെയ്തു. ഇപ്പോൾ ഭേദഗതി ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്താണ് നമുക്കുണ്ടായ ഗുണമെന്ന് പറയുന്നത്, ലാർജ് കമ്പനീസ് നോ ലോങ്ങർ നീഡഡ് പ്രയർ അപ്രൂവൽ ഫ്രം ദ ഗവൺമെന്റിൽ നിന്ന് മുൻകൂട്ടി എന്ത്, വ്യവസായങ്ങൾ ആരംഭിക്കാനും മറ്റും അപ്രൂവൽ ആവശ്യമില്ല. അതുപോലെ എന്ത് ചെയ്തു, ആൻഡ് ബിക്കം ഫ്രീ, ഈ കമ്പനികൾ സ്വതന്ത്രരായിട്ട് മാറി. എന്തിന്, ടു എക്സ്പാൻഡ് ആൻഡ് ഗ്രോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് വളരാനും വികസിക്കാനും ഒരു സ്വാതന്ത്ര്യം ഈ കമ്പനികൾക്ക് ലഭിച്ചു. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ റിഫോം. അപ്പോൾ ഒന്നാമത്തെ ഡീലൈസൻസിങ്, രണ്ടാമത്തെ ഡീ റിസർവേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ, മൂന്നാമത്തെ MRTP ആക്ട് വാസ്, അല്ലെങ്കിൽ അമെൻമെന്റ് ഓഫ് ദ MRTP ആക്ട്. ക്ലിയർ ആണല്ലോ 3 പോയിന്റ്. അടുത്ത നാലാമത്തെ നോക്ക്. അപ്പോൾ നാലാമത്തെ പറയുന്നതിന് മുമ്പ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദ MRTP ആക്ട് 1969 റിക്വയർഡ് ലാർജ് കമ്പനീസ്. അപ്പോൾ MRTP ആക്ട് 1969 ഒരു വ്യവസ്ഥ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. അതായത് MRTP ആക്ട് 1969 റിക്വയർഡ് ലാർജ് കമ്പനീസ്, വലിയ കമ്പനികളാണ് ഇവർ എന്ത് ചെയ്തത്, ഉൾപ്പെടുത്തിയത്. ലാർജ് കമ്പനീസ് എന്ത്, അസറ്റ്സ് ഓവർ ₹100 crore എന്ന് വെച്ചാൽ 100 കോടിയിൽ മുകളിൽ അസറ്റുള്ള, 100 കോടിക്ക് മുകളിൽ, അന്നത്തെ സമയമാണ്, 100 കോടിക്ക് മുകളിൽ അസറ്റുള്ള, ആസ്തിയുള്ള വലിയ കമ്പനികൾ ടു ഗെറ്റ് സെപ്പറേറ്റ് പെർമിഷൻ ഫോർ എനി എക്സ്പാൻഷൻ ഓഫ് മെർജർ. അവർക്ക് എന്ത് വേണമായിരുന്നു, സെപ്പറേറ്റ് പെർമിഷൻ ഫോർ എനി എക്സ്പാൻഷൻ ഓർ മെർജർ. എന്ന് വെച്ചാൽ ഈ 100 കോടി രൂപയിൽ കൂടുതൽ അസറ്റുള്ള, ആസ്തിയുള്ള, ക്യാപിറ്റൽ അസറ്റുള്ള ഇന്ത്യയിലെ കമ്പനികൾ, അവരാണ് ലാർജ് സ്കെയിൽ കമ്പനികളുടെ ഗണത്തിൽപ്പെടുന്നത്. അപ്പോൾ ആ കമ്പനികൾക്ക് എന്ത് വേണമായിരുന്നു, സെപ്പറേറ്റ്, പ്രത്യേകം പെർമിഷൻ വേണമായിരുന്നു, എനി എക്സ്പാൻഷൻ ഓർ മെർജർ. എന്തിന്, പിന്നെ പ്രത്യേകിച്ച് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും മെർജ് ചെയ്യണമെങ്കിലും, മറ്റൊരു കമ്പനിയുമായിട്ട് യോജിക്കണമെങ്കിലും, മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യണമെങ്കിലും ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ വേണം. കാരണം ഈ കമ്പനികളുടെ കുത്തക ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് ഭയപ്പെട്ടു. പബ്ലിക് സെക്ടറിന് എന്ത് പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് ഗവൺമെന്റ് ഭയപ്പെട്ടു. ഇതായിരുന്നു 1969 MRTP ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, വളർന്നു വരില്ല, പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ കമ്പനികളൊന്നും ഇന്ത്യയിൽ വളരത്തില്ല. അപ്പോൾ അതാണ് ഇന്ത്യ എന്ത് ചെയ്തത്, പിന്നീട് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ പിന്നോട്ടടിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് 91 നമ്മൾ എന്ത് ചെയ്തത്, ഈ 69 MRTP ആക്ട് അമെൻഡ് ചെയ്തത്. അപ്പോൾ 69 MRTP ആക്ടിൻ്റെ ഒരു വ്യവസ്ഥയാണ്, അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് അത് അമെൻഡ് ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു പോയിന്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആവുമല്ലോ. ഇനി അടുത്ത് നമ്മൾ റിഫോംസിലേക്ക് വരികയാണ്, പരിഷ്കാരങ്ങളിലേക്ക് വരികയാണ്. The market was allowed to fix the price of goods and services in most industries. The market was allowed to fix the price of goods and services in most industries. ഒട്ടുമിക്ക വ്യവസായങ്ങളിലെയും സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം മാർക്കറ്റിന് വിട്ടുകൊടുത്തു, കമ്പോളത്തിന് വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്ന ആരാണ്, മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ചോദനവും പ്രധാനവും എന്ന് പറയും. ഇവരാണ് മാർക്കറ്റ് ഫോഴ്സസ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയും. ആഡം സ്മിത്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിച്ചു. ഇവരാണ് മാർക്കറ്റിൽ, നമ്മുടെ മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്നത്. നേരത്തെ 91 മുമ്പ്, ന്യൂ ഇക്കണോമിക് പോളിസിക്ക് മുമ്പ് ഒട്ടുമിക്ക സാധന സേവനങ്ങളുടെയും വില നിശ്ചയിച്ചത് ആരായിരുന്നു? ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു, മാർക്കറ്റ് വാസ് അലൗഡ്, മാർക്കറ്റിന് അനുവാദം കൊടുത്തു. ദാറ്റ് മീൻസ് ഡിമാൻഡും സപ്ലൈയും ഓട്ടോമാറ്റിക് ആയിട്ട് വില നിശ്ചയിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു, അല്ലേ. മാർക്കറ്റ് വാസ് അലൗഡ് ടു ഫിക്സ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ മോസ്റ്റ് ഇൻഡസ്ട്രീസ്. ഒട്ടുമിക്ക വ്യവസായങ്ങളുടെയും, അല്ലേ, സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം മാർക്കറ്റിന് വിട്ടുകൊടുത്തു, ഫ്രം ഗവൺമെന്റ് കൺട്രോൾ. ഏതിൽ നിന്നും? ഗവൺമെന്റ് കൺട്രോളിൽ. ക്ലിയർ ആണല്ലോ. ഇതാണ് അടുത്ത പരിഷ്കാരം, നാലാമത്തെ പരിഷ്കാരം. അഞ്ചാമത്തെ നോക്ക്.
ഡീ റിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡീ റിസർവേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുപോലെ സംവരണം നിർത്തലാക്കി. അതുപോലെ നേരത്തെ സംവരണം ഉണ്ടായിരുന്നൊരു മേഖലയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്തു? ഡീ റിസർവ് ചെയ്തു, സംവരണം നിർത്തലാക്കി. കാരണം ഗവൺമെന്റ് അന്ന് കുറെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചു ഈ ഉൽപ്പന്നങ്ങൾ ഏത് മേഖലയിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാവൂ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാവൂ, ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ വൻകിട വ്യവസായങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം കൈക്കൊണ്ടു. അപ്പോൾ ഉൽപ്പാദനം കൂടുമോ? ഇല്ല. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ആ കണ്ടീഷൻ എന്ത് ചെയ്തു? അത് ഡീ റിസർവ് ചെയ്തു, സംവരണം എടുത്തു കളഞ്ഞു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് കുറച്ച് പ്രോഡക്ട്സുകൾ എന്ത് ചെയ്ത് റിസർവ് ചെയ്തിരുന്നത് അതിൻ്റെ എണ്ണം കുറച്ചു, അല്ലെങ്കിൽ എണ്ണം എടുത്തു കളഞ്ഞു. നോക്ക്, നമ്പർ ഓഫ് ഗുഡ്സ് റിസർവ്ഡ് ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹാവ് നൗ ബീൻ റെഡ്യൂസ്ഡ്. അല്ലേ? നൗ ബീൻ റെഡ്യൂസ്ഡ്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് സംവരണം ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഏതിൻ്റെ ഭാഗമായിട്ട്? ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിൻ്റെ അല്ലെങ്കിൽ ലിബറലൈസേഷൻ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് നോക്കി. ഏതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ റിഫോംസിൽ പറഞ്ഞത്? ഡീ ലൈസൻസിങ് അല്ലേ? പ്രധാനമായിട്ട് ഡീ ലൈസൻസിങ് പറഞ്ഞു. പിന്നെന്താണ് അടുത്ത് പറഞ്ഞത്? ഡീ റിസർവേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പറഞ്ഞു. അതുപോലെ MRTP ആക്ടിൻ്റെ അമെൻമെൻറ്റ്. പിന്നെന്താ പറഞ്ഞ? മാർക്കറ്റ് വാസ് അലൗഡ് ടു ഫിക്സ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു. അതുപോലെ ഡീ റിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ. ഏതിൻ്റെ ഭാഗമായിട്ട്? ആസ് ദ പാർട്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. ക്ലിയർ ആവുമല്ലോ? അപ്പോൾ ഇതൊക്കെ പോയിന്റ്സ് മനസ്സിലാക്കിയിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഇതിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിന് ശേഷം അടുത്ത ഏതാണ്ട് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ. ഇതും ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്ന ലിബറലൈസേഷൻ മെഷേഴ്സ് ആണ്, ഉദാരവൽക്കരണ നടപടികളാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആവുമല്ലോ? നോക്കാം. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഓഫ് 1991 were based on the recommendations of the നരസിംഹം കമ്മിറ്റി ഫസ്റ്റ്. അപ്പോൾ നോക്ക്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഓഫ് 1991 91 നമ്മൾ ഇന്ത്യ കൈക്കൊണ്ട ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് കൈക്കൊണ്ട ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ were based on the നരസിംഹം കമ്മിറ്റി, based on the recommendations of the നരസിംഹം കമ്മിറ്റി ഫസ്റ്റ്. അതായത് 91 നമ്മൾ കൈക്കൊണ്ട ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത് ഒന്നാം നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 91 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ റിഫോംസ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ കമ്മിറ്റി വെച്ചു. അതാണ് നരസിംഹം കമ്മിറ്റി. അത് പിന്നീട് 91 ആണ് ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി ആദ്യം വരുന്നത്. 91 ഫസ്റ്റ് ഒന്നാം നരസിംഹം കമ്മിറ്റി 91. അതിനുശേഷം അതേ നരസിംഹം കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ എം നരസിംഹമാണ് കേട്ടോ, എം നരസിംഹം. 13th ഗവർണർ ഓഫ് ദ RBI. 1977 അദ്ദേഹം RBI ഗവർണർ ആയിരുന്നത്. 13ാമത് ഗവർണർ കൂടിയായിരുന്നു, RBIയുടെ 13ാമത് ഗവർണർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് പിന്നീട് എന്ത് ചെയ്തത്? 91 നരസിംഹം കമ്മിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി, ഫിനാൻഷ്യൽ സെക്ടർ കമ്മിറ്റി ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഹെഡായിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നരസിംഹം കമ്മിറ്റി. അപ്പോൾ 91 പിന്നെ രണ്ടാം കമ്മിറ്റി വരുന്നത് 98 ഇതിന് രണ്ടിൻ്റെയും ചെയർമാൻ ആരാണ്? എം നരസിംഹം. അപ്പോൾ 2 കമ്മിറ്റി ആയില്ലേ? രണ്ടും ഫിനാൻഷ്യൽ സെക്ടറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തന്നെയാണ്, ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് പഠിക്കാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2 നരസിംഹം കമ്മിറ്റി ഉള്ളത്. നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് 1991 നരസിംഹം കമ്മിറ്റി 2 1992. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഓഫ് 1991 91 ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് വേർ ബേസ്ഡ് ഓൺ അടിസ്ഥാനമാക്കിയിരിക്കുന്നു എന്തിനെയാണ്? റെക്കമെൻഡേഷൻസ് ഓഫ് ദ നരസിംഹം കമ്മിറ്റി ഫസ്റ്റ്. നരസിംഹം കമ്മിറ്റി ഫസ്റ്റിൻ്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയാണ് 91 ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓർക്കുക, എം നരസിംഹം. അദ്ദേഹം മുമ്പ് ആരായിരുന്നു? RBI ഗവർണർ ആയിരുന്നു. RBIയുടെ 13ാമത് ഗവർണർ ആയിരുന്നു 1977 കാലഘട്ടത്തിൽ. ക്ലിയർ അല്ലേ? ഇനി എം നരസിംഹം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടന്റ് പോയിന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. എം നരസിംഹം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം നരസിംഹം. കാരണം ഇദ്ദേഹത്തിൻ്റെ 2 ഘട്ടങ്ങളായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഒരു ബാങ്കിങ് സെക്ടർ വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബാങ്കിങ് സെക്ടർ ഇന്ത്യയിൽ ഉണ്ടാകാൻ കാരണം ആരാണ്? എം നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടുകളാണ്.
അപ്പോൾ അതുകൊണ്ട് എം നരസിംഹം ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നാരറിയപ്പെടുന്നു? എം നരസിംഹത്തെ അറിയപ്പെടുന്നു. നോട്ട് ചെയ്യുക, പഠിക്കുക. ഇനി എ മേജർ റിഫോം വാസ് ചേഞ്ചിങ് ദ RBI's റോൾ ഫ്രം റെഗുലേറ്റർ ടു എ ഫെസിലിറ്റേറ്റർ. ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ റിഫോംസിന്റെ പ്രധാനപ്പെട്ട ആ ഉദ്ദേശം എന്തായിരുന്നു? എ മേജർ റിഫോം വാസ്, അല്ലെ, പ്രധാനപ്പെട്ട പരിഷ്കാരം ഇതായിരുന്നു, ചേഞ്ചിങ്, മാറ്റുക, ദ RBI's റോൾ ഫ്രം എ റെഗുലേറ്റർ ടു എ ഫെസിലിറ്റേറ്റർ. RBI ആണല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ RBIയുടെ പങ്ക് നമ്മുടെ ഇക്കോണമി റെഗുലേറ്ററിൽ നിന്നും ഒരു നിയന്ത്രകൻ എന്ന സ്വഭാവത്തിൽ നിന്നും RBIയുടെ സ്വഭാവത്തെ എന്തിലേക്ക് മാറ്റുക? ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറ്റുക. സൗകര്യമേർപ്പെടുത്തുന്ന, ബാങ്കിങ് മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി സൗകര്യമേർപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി ആരെ മാറ്റുക? RBI മാറ്റുക. ഫ്രം എ റെഗുലേറ്റർ, ആരിൽ നിന്നും? ഒരു നിയന്ത്രകൻ എന്ന നിലയിൽ നിന്നും. RBI എന്താണ്? ഇന്ന് RBI എന്താണ്? റെഗുലേറ്റർ എന്നതിനേക്കാൾ ഉപരി ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിഞ്ഞൂടെ, RBI നമ്മുടെ മൊബൈലുകളൊക്കെ മെസ്സേജ് വരാറുണ്ട്. നമുക്ക് ജനങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി കറൻസി നോട്ടുകളെ കുറിച്ച്, അതുപോലെ ബാങ്കിങ് രംഗത്ത് നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് തരാനായിട്ട് RBI നേരിട്ട് നമ്മുടെ അവർ മെസ്സേജസ് നമ്മുടെ മൊബൈലുകൾ ടെക്സ്റ്റ് മെസ്സേജസ് വരാറുണ്ട്, അല്ലേ? അപ്പോൾ ഇന്ന് RBI ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഫ്രം മിയർ റെഗുലേറ്റർ, അല്ലേ, അതിൽ നിന്ന് അതിനേക്കാൾ ഉപരിയായിട്ട്. അപ്പോൾ ഈ 91 ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതായിരുന്നു, ചേഞ്ചിങ് ദ RBI's റോൾസ് ഫ്രം റെഗുലേറ്റർ ടു എ ഫെസിലിറ്റേറ്റർ. ക്ലിയർ ആവുമല്ലോ? ഇനി അവർ നടപ്പിലാക്കിയ റിഫോംസ് ആണ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ്. ഒന്നാമത്തെ എന്താണ്? റിഡക്ഷൻ ഇൻ റിസർവ് റേഷ്യോസ്. റിഡക്ഷൻ ഇൻ റിസർവ് റേഷ്യോസ്. റിസർവ് റേഷ്യോസിൽ കുറവ് വരുത്തി. റിസർവ് റേഷ്യോസ് എന്താണ്? 2 റിസർവ് റേഷ്യോസ് ആണുള്ളത്, SLR ആൻഡ് CRR. SLR ആൻഡ് CRR മനസ്സിലാവുമല്ലോ? SLR ആൻഡ് CRR. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, CRR ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കുകൾ അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ്, പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് റിസർവ് മണിയായിട്ട് വയ്ക്കണം. അല്ലാതെ എല്ലാ പണവും എടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വായ്പ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്താണ്? കുറച്ച് പണം അവർ റിസർവായിട്ട് വയ്ക്കണം. ആ റിസർവ് 2 തരത്തിലുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, CRR ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്. അങ്ങനെ 2 തരം റിസർവാണ് ഉള്ളത്. ഇതിൽ SLR എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റായിട്ട് കൊമേഴ്സ്യൽ ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റ് ഒരു സർട്ടൻ പെർസെൻറ്റേജ്, സർട്ടൻ പ്രൊപ്പോർഷൻ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട്, എന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ടോ അവർ സ്വന്തം കൈവശം സൂക്ഷിക്കണം. ഇറ്റ് ഈസ് കാൾഡ് SLR. ഇത് നിശ്ചയിക്കുന്നത് RBI ആണ്. മനസ്സിലായില്ലേ? SLR. അതുപോലെ CRR എന്ന് വെച്ചാൽ മറ്റൊരു റേഷ്യോ ആണ്, അതും റിസർവ് മണിയാണ്, കരുതൽ ധനമാണ്. ഇത് കൊമേഴ്സ്യൽ ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റ് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ട് എവിടെ സൂക്ഷിക്കണം? RBIയിൽ സൂക്ഷിക്കണം. ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. RBIയിൽ സൂക്ഷിക്കണം ക്യാഷ് ആയിട്ട്. ഇതാണ് 2 തരം റിസർവ്സിനെ കുറിച്ച് മനസ്സിലായല്ലോ, SLRഉം CRRഉം. അതാണ് ഈ റിസർവ് റേഷ്യോസിൽ കുറവ് വരുത്തി. പണ്ട് ഈ റിസർവ് റേഷ്യോ ഹൈ ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ ഹൈ ആക്കിയുള്ള കുഴപ്പം? എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് 100 രൂപയാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്കിൽ ലഭിക്കുന്ന ഡെപ്പോസിറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 100 രൂപയിൽ SLR എത്ര? 25 എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ 25 രൂപ SLR ആയിട്ട് റിസർവായിട്ട് ബാങ്കുകൾ സ്വന്തം കൈവശം വയ്ക്കണം. 15 രൂപ എന്താണ്? CRR എന്ന് വിചാരിക്കുക. ഇത് SLR, ഇത് CRR. ഓക്കെ, 15 രൂപ CRR ആയിട്ട് വയ്ക്കുക. അപ്പോൾ എത്രയായി? 40 രൂപയായി. എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചേർത്ത് 40 രൂപ റിസർവ് മണിയായിട്ട് വയ്ക്കണം. എവിടെ? ബാങ്കുകൾ സ്വന്തം കൈവശവും അതുപോലെ RBIയിൽ. ബാക്കി എത്രയുണ്ട് അതിൽ? 100ൽ 60 രൂപയുണ്ട്. ഈ 60 രൂപ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം 100 രൂപ കിട്ടിയാൽ എത്ര രൂപയെ ലെൻഡ് ചെയ്യാൻ പറ്റൂ? 60 രൂപയെ ലെൻഡ് ചെയ്യാൻ പറ്റൂ. അതെന്താണ്? ബാങ്കിൻ്റെ സ്റ്റെബിലിറ്റിക്ക് മറ്റുമായിട്ടാണ് അങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? പണ്ട് ഈ നിരക്ക് എന്താണ്? ഈ റിസർവ് മണിയുടെ നിരക്ക് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ SLRഉം CRRഉം കൂടുതലാണ്. അപ്പോൾ റിസർവ് മണി കൂടിയിരിക്കും. അപ്പോൾ ലെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ അളവ് കുറവ്. അപ്പോൾ പണം ലെൻഡ് ചെയ്താൽ മാത്രമേ ഇക്കോണമിയിലേക്ക് അത് വരികയും മണി സപ്ലൈ കൂടുകയും നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് അത് ഉപയോഗിക്കാനും പറ്റൂ, അല്ലേ? അതായത് ബാങ്കുകളിലൂടെയാണ് പണം കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ഇക്കോണമിയിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ
ഈ ലെൻഡിങ് കപ്പാസിറ്റി ബാങ്കുകൾക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇക്കോണമിയിലേക്ക് കൂടുതൽ പണം വരില്ല, ഇക്കോണമിയിൽ ഒരു ഉത്തേജനം ഉണ്ടാകില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? കൂടുതൽ പണം ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടി SLRഉം CRRഉം കുറച്ചു കൊടുത്തു. ഏതിന്റെ ഭാഗമായിട്ട്? ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ ഭാഗമായിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, SLR and CRR were reduced to free up funds for private lending and to increase bank liquidity. അപ്പോൾ SLRഉം CRRഉം എന്ത് ചെയ്തു? were reduced, കുറച്ചു. എന്തിനാണ്? to free up funds, ഫണ്ട് സ്വതന്ത്രമാക്കാൻ. ആർക്ക് വേണ്ടി? ഫോർ പ്രൈവറ്റ് ലെൻഡിങ്, സ്വകാര്യ മേഖലയുടെ ലെൻഡിങ്ങിനായിട്ട്. സ്വകാര്യ മേഖലയുടെ ലെൻഡിങ്ങിന് എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയ്ക്ക് വായ്പ നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിലേക്ക് വായ്പ നൽകാൻ വേണ്ടി. ആൻഡ് ടു ഇൻക്രീസ് ബാങ്ക് ലിക്വിഡിറ്റി, അതുപോലെ ബാങ്കുകളുടെ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ ലിക്വിഡ് മണി മീൻസ് കറൻസി, കൂടുതൽ ലിക്വിഡ് മണി അവരിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ SLRഉം CRRഉം എന്ത് ചെയ്തു? കുറച്ചു കൊടുത്ത്. എന്തിനാണ്? ടു ഫ്രീ അപ്പ് ഫണ്ട്സ് ഫോർ ദ പ്രൈവറ്റ് ലെൻഡിങ്, പ്രൈവറ്റ് ലെൻഡിങ്ങിന്, സ്വകാര്യ ലെൻഡിങ്ങിന് കൂടുതൽ പണം കണ്ടെത്താനെന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ പണം എത്തിക്കാനും, അതുപോലെ ബാങ്കുകളുടെ ലിക്വിഡിറ്റി, കൂടുതൽ പണം ബാങ്കുകളുടെ കൈവശം ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കാനും വേണ്ടി SLRഉം CRRഉം ഗവൺമെന്റ് കുറച്ചു. നോക്ക്, ദ കമ്മിറ്റി റെക്കമെൻഡഡ്, കമ്മിറ്റി എന്ന് വെച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ്, ഓർക്കുക. ദ കമ്മിറ്റി റെക്കമെൻഡഡ് SLR ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം 38.5% to 25%, and CRR should be reduced from 15% to 3 to 5%. അപ്പോൾ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ്, ഗവൺമെന്റിനോട് പറഞ്ഞു SLR should be reduced, statutory liquidity ratio should be reduced. അന്ന് 38.5% ആണ് 91 സമയത്ത്. ഓർക്കുക, അത് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. 1991 സമയത്ത് അപ്പോൾ എത്രയാണ്? 38.5%. ഹൈ റേറ്റ് ആണ്. ആലോചിച്ച് നോക്ക്, 38, ഏകദേശം 40 രൂപയോളം SLR മാത്രമായിട്ട് മാറ്റിവെക്കണം. 100 രൂപയിൽ അല്ലേ 38.5 അല്ലെങ്കിൽ 40 രൂപയോളം മാറ്റിവെക്കണം. അപ്പോൾ SLR ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം 38.5%. അത് എത്രയായിട്ട് കുറയ്ക്കുക? 25% ആയിട്ട് കുറയ്ക്കുക. CRR ഷുഡ് ബി റെഡ്യൂസ്ഡ്, CRRഉം കുറയ്ക്കണം. അന്ന് 15% അത് എത്രയായിട്ട് കുറയ്ക്കണം? 3 to 5%, 3 മുതൽ 5% വരെ, അല്ലെങ്കിൽ 5 to 3%, 3നും 5നും ഇടയിലേക്ക് ഒരു റേഞ്ചിലേക്ക് എന്ത് കുറയ്ക്കുക? CRRഉം കുറയ്ക്കുക എന്ന് പറഞ്ഞു. ആ ഒരു റെക്കമെൻഡേഷനാണ് ആര് മുന്നോട്ട് വെച്ചത്? നരസിംഹ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ഇതാണ് റിഡക്ഷൻ ഇൻ റിസർവ് റേഷ്യോസ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. 38%, 25% കുറയ്ക്കുക എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കുറയ്ക്കുക എന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരിക. അതുപോലെ CRR 15 നിന്ന് 3 to 5 വരിക എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരിക. അങ്ങനെ CRRലും SLRലും കുറവ് വരുത്തി. ആദ്യത്തെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോമാണ് ഇത്, റിഡക്ഷൻ ഇൻ റിസർവ് റേഷ്യോസ്. കരുതൽ ധനാനുപാതത്തിൽ കുറവ് വരുത്തി. ഓക്കെ, അതാണ് റിഡക്ഷൻ ഇൻ റിസർവ് റേഷ്യോസ്. ഇന്ന് അറ്റ് പ്രസന്റ് 2026 പുതിയ ഡേറ്റ അനുസരിച്ച് ഇപ്പോഴത്തെ SLR എന്ന് പറയുന്നത് SLR 18% ആണ് കേട്ടോ, 18%. CRR എന്ന് പറയുന്നത് 3%. കണ്ടോ, ഇപ്പോഴത്തെ SLR 18%, CRR അറ്റ് പ്രസന്റ് CRR 3%. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അത് ചോദിക്കും കേട്ടോ. SLR CRR അതിനകത്ത് മാറ്റം വരും, ഗവൺമെന്റിന് മാറ്റം. ഈ 3 മാസം കൂടുമ്പോൾ RBI ആണ് തീരുമാനിക്കുന്നത്. RBIയുടെ അവലോകന യോഗങ്ങളുണ്ട്, അതിനകത്ത് അവർ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടുപോകും. അടുത്തത് രണ്ടാമത്തെ പരിഷ്കാരമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ. പലിശ നിരക്കിൽ ഉള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞു. ഡീറെഗുലേഷൻ, പലിശ നിരക്കുള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞു. ഫിനാൻഷ്യൽ സെക്ടറിൽ അടുത്ത റിഫോം നോക്ക്. shifted from administered interest rates, that means fixed by RBI, to market determined interest rates. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റീറെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യ ഷിഫ്റ്റഡ് ഫ്രം അഡ്മിനിസ്ട്രേഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അഡ്മിനിസ്ട്രേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ബൈ ദ RBI. ബാങ്കുകൾ എത്ര രൂപയ്ക്ക് വായ്പ കൊടുക്കണം, എത്ര രൂപയ്ക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യണം, ആ പലിശ നിരക്ക് അത് മുമ്പ് തീരുമാനിച്ചിരുന്നത് RBI ആയിരുന്നു. അപ്പോൾ RBI ഫിക്സ് ചെയ്തിരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ പറയും അഡ്മിനിസ്ട്രേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും. അപ്പോൾ RBI അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും 91 നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? ടു മാർക്കറ്റ് ഡിറ്റർമിൻഡ്. നമ്മൾ മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസ് പറഞ്ഞില്ലേ, അതുപോലെ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് എന്ന് വെച്ചാൽ അവിടെയും ഡിമാൻഡും സപ്ലൈയും തന്നെയാണ്. പൈസയുടെ കാശിന് വേണ്ടിയുള്ള ഡിമാൻഡ് സപ്ലൈ, ആ ഡിമാൻഡ് സപ്ലൈയും ചേർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്ക്, ബാങ്ക്സ് കുഡ് നൗ ഡിസൈഡ് ദെയർ ഓൺ ലെൻഡിങ് ആൻഡ് ഡെപ്പോസിറ്റ് റേറ്റ്. ഇന്ന് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ
ക്യാഷിൻ്റെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് ബാങ്ക് കുഡ് നൗ ഡിസൈഡ് ദെയർ ഓൺ ലെൻഡിങ് ആൻഡ് ഡെപ്പോസിറ്റ് റേറ്റ്സ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ബാങ്കുകൾക്ക് RBIയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വന്തം നിലയ്ക്ക് ലെൻഡിങ് റേറ്റും ഡെപ്പോസിറ്റ് റേറ്റും നിശ്ചയിക്കാം. എന്ന് വെച്ചാൽ ലെൻഡിങ്ങിലുള്ള പലിശയും ഡെപ്പോസിറ്റിലുള്ള പലിശയും ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, നിശ്ചയിക്കാം. എന്ന് വെച്ചാൽ ആരുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകില്ല, RBIയുടെ ഇടപെടൽ ഉണ്ടാകില്ല. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ അടുത്തത് നോക്ക്. ഓപ്പറേഷണൽ ഓട്ടോണമി, പ്രവർത്തിക്കാനുള്ള സ്വയം ഭരണം കൊടുത്തു. ഓപ്പറേഷണൽ ഓട്ടോണമി, പ്രവർത്തിക്കാൻ സ്വയം ഭരണം കൊടുത്തു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? RBI ഗോട്ട് മോർ പവർ ആസ് ആൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ. ഒരു സ്വതന്ത്ര നിയന്ത്രക സ്ഥാപനം എന്ന നിലയിൽ RBI ഗോട്ട് മോർ പവർ. RBIക്ക് ഇന്ന് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. നേരത്തെ RBI ഉണ്ട്, 35-ലല്ലേ വന്നത് RBI. എന്നാൽ ഈ RBIക്ക് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷവും RBIക്ക് എന്താണ് വലിയ പിന്നെ സ്ഥാനമൊന്നും ഫിനാൻഷ്യൽ സെക്ടറിലില്ല. കാരണം RBIയും ആര് നിയന്ത്രിച്ചു? ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ RBIക്ക് ഇപ്പോൾ എന്ത് ലഭിച്ചു? കൂടുതൽ ഓട്ടോണമി ലഭിച്ചു, സ്വയം ഭരണാവകാശം ലഭിച്ചു, സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരം ലഭിച്ചു. അതാണ് പറയുന്നത് RBI ഗോട്ട് മോർ പവർ ആസ് ആൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ. ഒരു സ്വതന്ത്ര നിയന്ത്രക സ്ഥാപനം എന്ന നിലയിൽ RBI ഗോട്ട് മോർ പവർ. RBIക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചു. അതാണ് ഓപ്പറേഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ അടുത്ത പരിഷ്കാരം. അടുത്ത നോക്ക്. എൻട്രി ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. എൻട്രി ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്, സ്വകാര്യ വിദേശ ബാങ്കുകളുടെ കടന്നുവരവ്. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും അല്ലേ ഇഷ്ടംപോലെ ബാങ്കുകളാണ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകൾ അല്ലേ. ICICI ബാങ്ക്, HDFC ബാങ്ക് അല്ലേ, അതുപോലെ പിന്നെ എന്താണ് ആക്സിസ് ബാങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകൾ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ബ്രാഞ്ചുകൾ കാണാൻ പറ്റും. അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകളും അതുപോലെ ഫോറിൻ ബാങ്കുകളൊക്കെ വന്നു. അതൊക്കെ ഉണ്ടായത് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഫോറിൻ ബാങ്കുകൾക്ക് ഇത്രത്തോളം ഒരു ബൂം ഉണ്ടായത് 91-ലെ ന്യൂ ഇക്കണോമിക് പോളിസിക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന് ശേഷമാണ്. അതാണ് എൻട്രി ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. നോക്ക്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻഡഡ് പബ്ലിക് സെക്ടർ മൊണോപ്പൊളി ഇൻ ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടർ ആരുടെ കുത്തക അവസാനിപ്പിച്ചു? പബ്ലിക് സെക്ടറിന്റെ കുത്തക അവസാനിപ്പിച്ചു. എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ബൈ അലോയിങ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. പുതുതലമുറയിൽപ്പെട്ട സ്വകാര്യ ബാങ്കുകൾക്കും വിദേശ ബാങ്കുകൾക്കും അനുമതി കൊടുത്തുകൊണ്ട്. പുതുതലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷൻ 91-ന് ശേഷം വന്ന ബാങ്കുകളെയാണ് നമ്മൾ ന്യൂ ജെൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ട്, ന്യൂ ജനറേഷനിൽപ്പെട്ട പ്രൈവറ്റ് ബാങ്കുകൾക്കും ഫോറിൻ ബാങ്കുകൾക്കും പ്രവർത്തനാനുമതി നൽകിക്കൊണ്ട് നമ്മുടെ ബാങ്കിങ് സെക്ടറിലെ പബ്ലിക് സെക്ടറിന്റെ ഗവൺമെന്റ് സെക്ടറിന്റെ കുത്തക നമ്മൾ അവസാനിപ്പിച്ചു. ഇതാണ് ഫിനാൻഷ്യൽ സെക്ടറിലെ മറ്റൊരു റിഫോം എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ 91-ന് ശേഷം ഇങ്ങനെ വന്ന ബാങ്കുകളാണ്, പുതുതലമുറയിൽപ്പെട്ട ബാങ്കുകളാണ് ഈ പറയുന്ന ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവ. മനസ്സിലായില്ലേ? അതുപോലെ ഒരുപാട് ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. ബാർക്ലൈസ് ബാങ്ക് ഉണ്ട്, ഡെറ്റ്ഷെ ബാങ്ക് ഉണ്ട്, അങ്ങനെയുള്ള സിറ്റി ബാങ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫോറിൻ ബാങ്ക്സും അതുപോലെ HSBC ബാങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകളും ഇന്ത്യയിൽ, ഫോറിൻ ബാങ്ക്സുകളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇത്രത്തോളം വളർന്നു വന്നത് 91-ന് ശേഷമാണ്. അടുത്ത നോക്ക്, അടുത്ത ബാങ്കിങ് സെക്ടറിൽ അടുത്ത പരിഷ്കാരം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബാങ്ക്സ് വാസ് റൈസ്ഡ് ടു അറൌണ്ട് 50%. ഏകദേശം 50%. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബാങ്ക്സ്, ബാങ്കുകളിലെ വിദേശ നിക്ഷേപം റൈസ്ഡ് ടു അറൌണ്ട് 50%, ഏകദേശം 50% വർദ്ധിപ്പിച്ചു. മീൻസ് 49 ഉദ്ദേശിക്കുന്നത് കേട്ടോ, 49. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബാങ്ക്സ്, ബാങ്കുകളിലെ വിദേശ നിക്ഷേപം 50% ഉയർത്തി. എന്ന് വെച്ചാൽ 49 അത് റൗണ്ട് ചെയ്ത് 50 എന്ന് പറഞ്ഞേക്കെയാണ്, 49% ഉയർത്തി. കാരണം അവിടെ ഓർക്കുക, ബാക്കി 51%, 49% വരെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കും, 51% നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം പിന്നെ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് ആർക്ക് പോകും? 51% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ഓണർഷിപ്പ് ഫോറിൻ കമ്പനീസിന് പോകും. അത് ഒഴിവാക്കാനാണ് നമ്മൾ 49% നിജപ്പെടുത്തിയത്, അല്ലെങ്കിൽ അറൌണ്ട് 50% ആയിട്ട് നിജപ്പെടുത്തി. എന്ത്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ബാക്കി എന്താണ്? ഓണർഷിപ്പ് ഇന്ത്യക്ക് തന്നെയാണ്, ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റം വന്നു. ഇപ്പോൾ വീണ്ടും ഇത് 91-ലെ റിഫോമിന്റെ ഭാഗമായിട്ട് പറയുകയാണ്, പിന്നീട് അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, those banks which fulfill certain conditions have freedom to set up new branches without the approval of the RBI. എന്താണ്ടേ? അടുത്ത പരിഷ്കാരമാണ്. those banks which fulfill certain conditions, ചില വ്യവസ്ഥകൾ പാലിക്കുന്ന ബാങ്കുകൾക്ക് അല്ലെങ്കിൽ നിറവേറ്റുന്ന ബാങ്കുകൾക്ക് ഹാവ് ഫ്രീഡം ടു സെറ്റ് അപ്പ് ന്യൂ ബ്രാഞ്ചസ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ RBI. പണ്ട് ഒരു ബ്രാഞ്ച് ആരംഭിക്കണമെങ്കിൽ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്, RBIയുടെ നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഇന്നങ്ങനെയല്ല, അവർക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മീൻസ്
ഈ അവരുടെ ക്യാപിറ്റൽ ഇത്രത്തോളം ക്യാപിറ്റൽ അസറ്റ് ഉള്ള ബാങ്കുകൾ. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് എങ്കിൽ, ഒരു ബാങ്കിന് ഇത്രത്തോളം മൂലധന നിക്ഷേപം ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? RBIയുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിക്കാൻ ബാങ്കുകൾക്ക് പറ്റും. സ്വന്തം നിലയ്ക്ക് ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്രത്തോളം ബ്രാഞ്ചുകൾ ഉള്ളത്. മുമ്പ് RBIയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയില്ല. RBIയുടെ അപ്രൂവലൊക്കെ വേണം, ശരിയാണ്. പക്ഷേ അവർക്ക് ചില വ്യവസ്ഥകൾ, ഈ പറഞ്ഞ പ്രത്യേകിച്ച് ക്യാപിറ്റൽ അസറ്റിൻ്റെ വ്യവസ്ഥകളുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം മിനിമം ക്യാപിറ്റൽ അസറ്റ്, ഒരു ബാങ്ക് ആരംഭിക്കുന്നതിനുള്ള മിനിമം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അടുത്ത പരിഷ്കാരം. അടുത്ത നോക്ക്. SEBI was given statutory status in 1992 to act as the market regulator. SEBI, Securities and Exchange Board of India, അല്ലെ, SEBI was given statutory status. SEBIക്ക് നിയമസാധുത നൽകി, നിയമപരമായിട്ടുള്ള പദവി നൽകി, നിയമസാധുത നൽകി in 1992. എന്തിനു വേണ്ടി? ടു ആക്ട് ആസ് ദ മാർക്കറ്റ് റെഗുലേറ്റർ. പ്രത്യേകിച്ച് ഏത് മാർക്കറ്റാണ് അറിയാലോ, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണി, ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് SEBI എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന് 88 ആദ്യം SEBI വരുന്നത്. അന്ന് ഇതിനെന്തില്ല? നിയമസാധുതയില്ല, നിയമപരിരക്ഷയില്ല. എന്നാൽ 92 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം 92 ഇവർക്ക് എന്ത് കൊടുത്തു? സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്, നിയമസാധുത നൽകി, നിയമപരമായൊരു സ്ഥാപനമാക്കി അവരെ മാറ്റി. എന്തിനു വേണ്ടി? ടു ആക്ട് ആസ് ദ മാർക്കറ്റ് റെഗുലേറ്റർ. മാർക്കറ്റ് റെഗുലേറ്റർ എന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാക്കി അവരെ മാറ്റി. അതിനൊരു നിയമസാധുത അവർക്ക് കൊടുത്തു 92 കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ SEBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എന്ന് വെച്ചാൽ 88 കാണൂല, 92 ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ 88 ഇല്ലെങ്കിൽ 92 ആണ് ആൻസർ. അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചത് 92 എന്നാൽ നിലവിൽ വന്നത് 88. ഇനി 88 ഇല്ല, എസ്റ്റാബ്ലിഷ് ചെയ്തത് 92 മാത്രമേ ഓപ്ഷനിലുള്ളൂ എങ്കിൽ 88 ഇല്ല എങ്കിൽ എന്ത് എഴുതാൻ പറ്റും? 92 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് SEBIയെ കുറിച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലെ അടുത്ത റിഫോം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ, അല്ലെ, മുംബൈ ആസ്ഥാനമായിട്ടുള്ള നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1875 എന്നാൽ NSE വരുന്നത് 92 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992 എന്ന് വെച്ചാൽ ന്യൂ ഇക്കണോമിക് റിഫോംസിനെ തുടർന്നാണ് വരുന്നത്. NSE എന്തിനാണ്? ടു ഇൻട്രൊഡ്യൂസ് സ്ക്രീൻ ബേസ്ഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ്. ട്രേഡിംഗ് മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അല്ലേ? ഓഹരികളുടെ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ട്രേഡിങ്ങിന് വേണ്ടിയും അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ട്രേഡിങ്ങിന് വേണ്ടിയും NSE നിലവിൽ വന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു എന്ന് 92. അപ്പോൾ 1992 NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ്. NSE നിലവിൽ വന്നു എന്തിനാണ്? ടു ഇൻട്രൊഡ്യൂസ് സ്ക്രീൻ ബേസ്ഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ്. ഓഹരികളുടെ സുതാര്യവും അതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള ട്രേഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്തു? NSE നിലവിൽ വന്നു 92. അപ്പോൾ NSE വന്ന എന്നാണ്ടേ 92. ഇനി അടുത്ത നോക്ക്, അടുത്ത ഫിനാൻഷ്യൽ സെക്ടർ റിഫോം ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വിദേശ ഓഹരി നിക്ഷേപകർ, FIIs എന്ന് പറയും, വിദേശ ഓഹരി നിക്ഷേപകർ, അല്ലേ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് പെൻഷൻ ഫണ്ട്സ്, അവിടുത്തെ പെൻഷൻ ഫണ്ടുകൾ, ഈ ആളുകളുടെ പെൻഷൻ ഫണ്ടുകൾ സമാഹരിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനികളുടെ പെൻഷൻ ഫണ്ട്സ് എവിടത്തെയാണ്? ഫോറിൻ പെൻഷൻ ഫണ്ട്സ് ആണ്. ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്, അവിടുത്തെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ഫോറിൻ കമ്പനീസിൽ, അല്ലേ, ഫോറിൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വേർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തിന് അനുമതി കൊടുത്തു? ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ. ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയ വിദേശ ഓഹരി നിക്ഷേപകர்களായിട്ടുള്ള ഫോറിൻ പെൻഷൻ ഫണ്ട്സും അതുപോലെ ഫോറിൻ മ്യൂച്വൽ ഫണ്ട്സിനും ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താനുള്ള അനുമതി കൊടുക്കുകയുണ്ടായി. അതുവരെ എന്താണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് UTI എന്ന് പറയുന്ന യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് ട്രസ്റ്റ് ഇപ്പോഴുള്ള കമ്പനിയാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? നമ്മൾ പരസ്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് കമ്പനികളുടെ, അല്ലേ, നമ്മുടെ രോഹിത് ശർമ്മയും സച്ചിനൊക്കെ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ പരസ്യം കാണിക്കുന്നുണ്ടല്ലേ? ഇന്ന് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ, ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനീസ്, ഇങ്ങനെ അതുപോലെ പെൻഷൻ ഫണ്ട് കമ്പനികൾ, ഇങ്ങനെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വിദേശ ഓഹരി നിക്ഷേപകർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ, കാര്യം അവരുടെ കയ്യിൽ എന്താണ്? ഈ ഫോറിൻ പെൻഷൻ ഫണ്ടും അതുപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ നടത്തുന്ന കയ്യിൽ ആവശ്യം പോലെ ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് എന്താണ്? ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കുറേ പേരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്.
അപ്പോൾ അവർ തീരുമാനിക്കാം, ആ കമ്പനിക്ക് തീരുമാനിക്കാം ഏത് തരം ഷെയർസ് മേടിക്കണം. അതുപോലെ പെൻഷൻ ഫണ്ട് നടത്തുന്നവർക്ക് തീരുമാനിക്കാം. അപ്പോൾ അതുവരെ എന്താണ്, നമ്മൾ ഈ UTI മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി. എന്നാൽ 91 ശേഷം നമ്മൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചു? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ, അതായത് പെൻഷൻ ഫണ്ടും മ്യൂച്വൽ ഫണ്ടും നടത്തുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു. കാരണം അവർ വരുമ്പോൾ എന്താണ്, ഒരു ബൾക്ക് ഹ്യൂജ് എമൗണ്ട് ആയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഗ്രോത്ത് ഉണ്ടാകും, മൂലധന വിപണിക്ക് ഗ്രോത്ത് ഉണ്ടാകും. അതാണ് മറ്റൊരു പരിഷ്കാരം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയുമാണ് എന്ത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്, അല്ലേ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ആകർഷിച്ചു. NSE സ്ഥാപിതമായി, അല്ലേ? സെബിയുടെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് നൽകി. അതുപോലെ ബാങ്കുകൾക്ക് സ്വന്തം നിലയ്ക്ക് ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ അനുമതി കൊടുത്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്കുകളുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 49% അല്ലെങ്കിൽ അറൗണ്ട് 50% ആയിട്ട് വർദ്ധിപ്പിച്ചു. ഫോറിൻ ബാങ്ക്സുകൾക്കും പ്രൈവറ്റ് ബാങ്കുകൾക്കും ഇന്ത്യയിൽ പ്രവർത്തനാനുമതി കൊടുത്തു. ഓപ്പറേഷണൽ ഓട്ടോണമി, RBIക്ക് സ്വതന്ത്ര പദവി നൽകി. RBIക്ക് കൊടുത്തു? സ്വതന്ത്ര പദവി നൽകി, അല്ലേ? പിന്നെന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടായിരുന്ന പലിശ നിരക്കിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു. റിസർവ് റേഷ്യോസ് ചേഞ്ച് ചെയ്തു. അതുപോലെ RBIയുടെ റോള് റെഗുലേറ്ററിൽ നിന്നും എന്തിലേക്ക് മാറ്റി? ഫെസിലിറ്റേറ്റർ എന്നതിലേക്ക് RBIയുടെ റോള് മാറ്റി. ഓക്കെ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് വരും. ഈ പോയിന്റ്സുകളെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കുക. ആദ്യം ഇത് വായിച്ച് എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഓക്കെ, മൂന്നാമത്തെ പരിഷ്കാരം ടാക്സ് റിഫോംസ്, നികുതി പരിഷ്കാരങ്ങൾ. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് വിട്ടുപോകരുത്, ലിബറലൈസേഷൻ ആണ്. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, അടുത്ത ടാക്സ് റിഫോംസ്, നികുതി പരിഷ്കാരങ്ങൾ. ഓക്കെ, നോക്ക്. ടാക്സ് റിഫോംസ് വെയർ ലാർജ്ലി ബേസ്ഡ് ഓൺ the recommendations of the tax reform committee 1991. 91 നരസിംഹം കമ്മിറ്റി വന്നതുപോലെ ബാങ്കിങ് റിഫോംസിന് വേണ്ടി നരസിംഹം കമ്മിറ്റി വന്നതുപോലെ 91 മറ്റൊരു കമ്മിറ്റി വരികയാണ്, ടാക്സ് റിഫോംസ് കമ്മിറ്റി, ഹെഡഡ് ബൈ ഡോക്ടർ രാജ ജെ ചെല്ലയ്യ. എങ്കിൽ ചെല്ലയ്യ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഡോക്ടർ രാജ ജെ ചെല്ലയ്യ ഹെഡ് ആയിക്കൊണ്ട് ഒരു ടാക്സ് റിഫോം കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് 91 as a part of new economic policy, who is often called the father of tax reforms in India. ഇന്ത്യയിൽ നികുതി പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്ന ഡോക്ടർ രാജ ജെ ചെല്ലയ്യയുടെ നേതൃത്വത്തിൽ ഒരു ടാക്സ് റിഫോം കമ്മിറ്റി, നികുതി പരിഷ്കാര കമ്മിറ്റി 91 വരുന്നു. അവരുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ടാക്സ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ന്യൂ ഇക്കണോമിക്സ് പോളിസിയുടെ ഭാഗമായിട്ട് ടാക്സ് റിഫോംസ് കൊണ്ടുവന്നു. അത് കൊണ്ടുവരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? ടാക്സ് റിഫോംസ് കമ്മിറ്റിയാണ്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ രാജ ജെ ചെല്ലയ്യാണ്. അങ്ങനെ ടാക്സ് റിഫോംസ് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ വന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു ഫാദർ ഓഫ് ടാക്സ് റിഫോംസ്. ഇന്ത്യയിൽ നികുതി പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? ബാങ്കിങ് സെക്ടർ റിഫോം, ഫാദർ ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസ്, ബാങ്കിങ് റിഫോംസ്, ബാങ്കിങ് പരിഷ്കാരങ്ങളുടെ പിതാവ് നമ്മൾ നേരത്തെ പറഞ്ഞു നരസിംഹമാണ്, നരസിംഹമാണ്. മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ടാക്സ് റിഫോംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജ ജെ ചെല്ലയ്യാണ്. ക്ലിയർ ആണല്ലോ? ഇനി ടാക്സ് റിഫോംസ് ആർ ദ പാർട്ട് ഓഫ് ഗവൺമെന്റ്സ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസി, ധനനയത്തിന്റെ ഭാഗമാണ് ടാക്സ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഫിസ്ക്കൽ പോളിസി റിഫോംസ് എന്നും വിളിക്കാം കേട്ടോ. ഫിസ്ക്കൽ പോളിസി റിഫോംസ് എന്നും വിളിക്കാം. ഏതിനെ? ധനനയ പരിഷ്കാരങ്ങളെന്നും ടാക്സ് റിഫോംസിനെ വിളിക്കാം. മനസ്സിലായില്ലേ? ഫിസ്ക്കൽ പോളിസി റിഫോംസ് എന്നും ഏതിനെ വിളിക്കുന്നുണ്ട്? ടാക്സ് റിഫോംസിനെ പറയാം. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റിന്റെ അറിയാലോ, ഗവൺമെന്റ് പോളിസിക്ക് പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി, ധനനയം. ഫോർ എക്സാമ്പിൾ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് ബോറോയിങ്, ഇതുമായി ബന്ധപ്പെട്ട പോളിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി. അതുപോലെ RBIയുടെ പോളിസി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പോളിസിക്ക് പറയുന്ന പേരാണ് എന്ത്? പിന്നെ മോണിറ്ററി പോളിസി എന്ന് പറയും. അപ്പോൾ ആ മോണിറ്ററി പോളിസി പണനയം എന്ന് പറയും. അതാണ് എന്തുമായി ബന്ധപ്പെട്ട്? ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതുമായി ബന്ധപ്പെട്ട പോളിസീസ് ആണ് മോണിറ്ററി പോളിസി. ഓർക്കുമല്ലോ? അപ്പോൾ ടാക്സ് റിഫോംസ് ആർ ദ പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്സ് ഫിസ്ക്കൽ പോളിസി വിച്ച് ഡീൽസ് വിത്ത്. ഈ ഫിസ്ക്കൽ പോളിസി എന്തുമായി ഡീൽ ചെയ്യുന്നു? ഗവൺമെന്റ്സ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഗവൺമെന്റിന്റെ ടാക്സേഷൻ, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് നികുതി ചുമത്തൽ, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പോളിസിക്ക് പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി. ആ ഫിസ്ക്കൽ പോളിസിയിൽ വന്ന പരിഷ്കാരങ്ങളാണ് ടാക്സ് റിഫോം പോളിസീസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരം ഏതാണ്? നമുക്ക് നോക്കാം. നോക്കിയടേ, റിഡക്ഷൻ ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്. ടാക്സ് റിഫോംസിൽ ആദ്യം അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലിബറലൈസേഷൻ
റിഡക്ഷൻ പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത വരുമാന നികുതി, വ്യക്തിഗത ആദായ നികുതി കുറച്ചു. എന്താണ്? ഇൻ 1991 ദ ടോപ്പ് മാർജിനൽ ടാക്സ് റേറ്റ് വാസ് 50%. അതായത് ഇന്ത്യയിലെ പേഴ്സണൽ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ടോപ്പ് മാർജിനൽ റേറ്റ്, ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50% ആയിരുന്നു 1991. അതായത് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ദിസ് വാസ് ഇമീഡിയറ്റ്ലി റെഡ്യൂസ്ഡ് ടു 40% ഇൻ 1992-1993 ബജറ്റ്. 92-93 ബജറ്റ്, അതായത് ന്യൂ ഇക്കണോമിക് പോളിസി അനൗൺസ് ചെയ്ത് പിന്നെ തൊട്ടടുത്ത വർഷമുള്ള ബജറ്റിൽ 92-93 ബജറ്റിൽ ഈ 50% എന്ന ഉയർന്ന നികുതി അല്ലെ വരുമാന നികുതി നിരക്ക് എത്രമായിട്ട് പെട്ടെന്ന് 40% കുറച്ചു തൊട്ടടുത്ത ബഡ്ജറ്റിൽ. അപ്പോൾ 50% 91 നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സിന്റെ ലിമിറ്റ്, അത് 40% കുറച്ചു. ആൻഡ് ഇവഞ്ച്വലി ടു 30% ഇൻ 1997. അത് പിന്നീട് 97 30% കുറച്ചു. അപ്പോൾ ഹൈ ടാക്സ് ആയിരുന്നു മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് റേറ്റ് അല്ലെങ്കിൽ മാർജിനൽ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50% ആയിരുന്നു 91 മുമ്പ്. അത് 92-93 ബഡ്ജറ്റിൽ 40% കുറച്ചു, 97 30% കുറച്ചു. ഫർദർ, കൂടാതെ ദ നമ്പർ ഓഫ് ടാക്സ് സ്ലാബ്സ് വെയർ റെഡ്യൂസ്ഡ് ടു ജസ്റ്റ് 3. ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് സ്ലാബുകൾ എന്ത് ചെയ്തു? കുറച്ചു. ഓരോ ഇൻകം ലിമിറ്റിനനുസരിച്ച് ടാക്സ് സ്ലാബ് ഇല്ലേ? ഇന്ന് പുതിയ ബഡ്ജറ്റ് അനുസരിച്ച് ടാക്സ് സ്ലാബുകൾ ഉണ്ട്. അതായത് 12 ലക്ഷം രൂപ വരെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എന്ത് ഇൻകം ടാക്സ് കൊടുക്കേണ്ട എന്നൊരു ആണുള്ളത്. അതിനുശേഷം ടാക്സ് സ്ലാബുകളുണ്ട്. അപ്പോൾ അതിനുശേഷം കൊടുക്കേണ്ട ടാക്സ് സ്ലാബുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ടാക്സ് ഉണ്ട്. 0 to 4 lakhs നിൽ 0% ടാക്സ് ആണ്. 4 to 8% 5% ടാക്സ്. അതുപോലെ എന്താണ് 8 to 12 ഇങ്ങനെ ഓരോ ടാക്സ് സ്ലാബുകളുണ്ട് നമുക്ക്. അതുപോലെ ടാക്സ് സ്ലാബ് പിന്നീട് കുറച്ചു. ദിസ് വാസ് റെഡ്യൂസ്ഡ് ടു ജസ്റ്റ് 3. ടാക്സ് സ്ലാബുകൾ എത്രയായിട്ട് കുറച്ചു? 3 ടാക്സ് സ്ലാബുകളായിട്ട് കുറച്ചു. അത് ഏതൊക്കെയാണ്? 20%, 30%, 40% ഇങ്ങനെ കുറച്ചു. ഏർലിയർ മുമ്പ് എത്ര ടാക്സ് സ്ലാബ് ഉണ്ടായിരുന്നു? 5 ടാക്സ് സ്ലാബുകൾ ഉണ്ടായിരുന്നു അല്ലേ? നികുതി തട്ടുകൾ ഉണ്ടായിരുന്നു. അത് എത്രയായിരുന്നു? നേരത്തെ 5 ആയിരുന്നു, ഇപ്പം എത്രയായിട്ട് കുറച്ചു? 3 ടാക്സ് സ്ലാബുകളായിട്ട് കുറച്ചു. 20%, 30%, 40%. ഏതിൻ്റെ ഭാഗമായിട്ട്? ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട്. നേരത്തെ 5 ടാക്സ് സ്ലാബുകൾ ഉണ്ടായിരുന്നു, എത്രയായിട്ട് കുറച്ചു? ഇപ്പോൾ 3 ആയിട്ട് 20%, 30%, 40% എന്നിങ്ങനെ കുറച്ചു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ ഇതാണ്. 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർത്തിരിക്കുക. ഒന്ന്, നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വ്യക്തിഗത ആദായ നികുതി കുറച്ചു. അതുപോലെ അന്നത്തെ ഹൈ ടാക്സ് റേറ്റ് എത്രയായിരുന്നു? മാർജിനൽ ടാക്സ് റേറ്റ് 50% ആയിരുന്നു. അത് 92-93 ആയപ്പോഴേക്കും ബഡ്ജറ്റിൽ പെട്ടെന്ന് എന്ത് ചെയ്തു? 40%, 97 30% കുറച്ചു. ക്ലിയർ ആവുമല്ലോ? ഇനി ടു മേക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രി കോമ്പറ്റേറ്റീവ്, കോർപ്പറേറ്റ് ടാക്സ് വെയർ റെഡ്യൂസ്ഡ്. നോക്ക്, ഇന്ത്യൻ വ്യവസായങ്ങളെ കോമ്പറ്റേറ്റീവ് ആക്കി മാറ്റാൻ, മത്സരക്ഷമത, ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മത്സരക്ഷമത നേടിയെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ടാക്സ് വാസ് റെഡ്യൂസ്ഡ്. അതായത് നമ്മുടെ കമ്പനികൾ, വൻകിട കമ്പനികൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഏത്? കോർപ്പറേറ്റ് ടാക്സ്. കാരണം കമ്പനികൾ അവരുടെ പ്രോഫിറ്റിന്റെ വിഹിതം ടാക്സ് ആയിട്ട് കൊടുക്കണം. അതാണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് കുറച്ചതുപോലെ കോർപ്പറേറ്റ് ടാക്സും കുറച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ടു മേക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രി കോമ്പറ്റേറ്റീവ്, ഇന്ത്യൻ വ്യവസായങ്ങളെ മത്സരക്ഷമതയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി. ഏതൊക്കെ കമ്പനികൾക്കാണ്? ഫോർ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമല്ല കേട്ടോ, ഡൊമസ്റ്റിക് കമ്പനി ആഭ്യന്തര കമ്പനികൾക്കും അതുപോലെ ഫോറിൻ കമ്പനികൾക്കും എന്ത് കുറച്ചു കൊടുത്തു? ടാക്സ് റേറ്റ്, കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊടുത്തു. ഓക്കെ ആണല്ലോ? അടുത്ത വീണ്ടും നോക്ക്, വെൽത്ത് ടാക്സ്, സ്വത്ത് നികുതി ഓൺ പ്രൊഡക്റ്റീവ് അസറ്റ്സ് ലൈക്ക് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് വാസ് അബോളിഷ്ഡ്. അപ്പോൾ പണ്ട് എന്താണ്? സെക്യൂരിറ്റീസ്, നമ്മുടെ കൈവശമുള്ള ഓഹരികളുണ്ടല്ലോ, ഈ ഓഹരികൾക്ക് അതുപോലെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസിന്, ഇതിനൊക്കെ എന്ത് കൊടുക്കണമായിരുന്നു? ടാക്സ്, വെൽത്ത് ടാക്സ് കൊടുക്കണം, സ്വത്ത് നികുതി കൊടുക്കണമായിരുന്നു. ആ സ്വത്ത് നികുതി എന്ത് ചെയ്തു? പ്രൊഡക്റ്റീവ് അസറ്റ്സിന് ആയതെങ്കിൽ അത് അബോളിഷ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റീവ് അസറ്റ്സിന്, ഉൽപാദനക്ഷമതയുള്ള അസറ്റ്, ഉൽപാദനക്ഷമമായ അസറ്റ്, ആസ്തികൾ ഏതൊക്കെയാണ്? ഉൽപാദനക്ഷമമായ അസറ്റ് എന്ന് പറയുന്നത് ഷെയർസ്, സെക്യൂരിറ്റീസ്. കാരണം അത് വീണ്ടും നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉൽപാദനക്ഷമമായ അസറ്റ്സ് ആയ ഷെയർസ്, സെക്യൂരിറ്റീസിന് പണ്ട് വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അബോളിഷ്, എടുത്തു കളഞ്ഞു. അപ്പോൾ ഷെയർസിന്, സെക്യൂരിറ്റീസിന് ഉണ്ടായിരുന്ന എന്ത് ടാക്സ്? അതിനിപ്പോൾ ടാക്സ് കൊടുക്കേണ്ടെന്നല്ല, പക്ഷേ അതിനുണ്ടായിരുന്ന സ്വത്ത് നികുതി ഹൈ ടാക്സ് ആയിരുന്നു. സ്വത്ത് നികുതി നമ്മുടെ സ്വത്തായിട്ട് അതിനെ പരിഗണിച്ചിരുന്നു, അസറ്റ് അല്ലേ, നമ്മുടെ വെൽത്തായിട്ട് പരിഗണിച്ചിരുന്നു. അതിനുള്ള ടാക്സ് നമ്മൾ എടുത്തു കളഞ്ഞു. ഇപ്പോൾ എന്താണ്? ആൻഡ് വാസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു നോൺ പ്രൊഡക്റ്റീവ് അസറ്റ്സ്. ഇന്ന് വെൽത്ത് ടാക്സ് ഏതിൽ മാത്രമാണ്? നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റ്സിൽ മാത്രമാണ് ഉള്ളത്. നമ്മളെ ഈ പരമ്പരാഗതമായി കൈമാറി കിട്ടുന്ന നമ്മുടെ സ്വത്തുവകളുണ്ടല്ലോ, ആ ഭൂമി, അങ്ങനെയുള്ള വിലപിടിപ്പുള്ള ആ ഭൂമി, അതുപോലെ എന്താണ് ഈ കൈമാറി കിട്ടുന്ന വിലപിടിപ്പുള്ള സ്വർണം, അങ്ങനെയുള്ള അതിന് മാത്രമാണ് ഇപ്പോൾ എന്തുള്ളത്? വെൽത്ത് ടാക്സ് ഉള്ളത്.
അപ്പോൾ നേരത്തെ എന്ത് ഷെയർസ്, ഇക്വിറ്റീസ്, സെക്യൂരിറ്റീസിനൊക്കെ എന്തുണ്ടായിരുന്നു? വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. അത് അബോളിഷ് ചെയ്തു. ഇന്ന് നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ്സിന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്തിനു വേണ്ടി? ടു എൻകറേജ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനു വേണ്ടിയാണത്? ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടി വെൽത്ത് ടാക്സ് നമ്മൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. എന്തിലുള്ള വെൽത്ത് ടാക്സ് ആണ് അബോളിഷ് ചെയ്തതെന്ന് വെച്ചാൽ എന്തിൽ? പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആയ ഷെയർസ്, സെക്യൂരിറ്റീസിലുള്ള വെൽത്ത് ടാക്സ് നമ്മൾ എടുത്തു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ വെൽത്ത് ടാക്സ് ഉണ്ട്. ഏതിൽ? നോൺ പ്രൊഡക്റ്റീവ് അസറ്റ്സിൽ എന്തുണ്ട്? വെൽത്ത് ടാക്സ് ഉണ്ട്. നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ കുറേ അധികം ഈ നമുക്ക് പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടുന്ന കുറേ ലാൻഡ്, അല്ലേ, കുറേ വലിയ ബിൽഡിംഗ്, വിലപിടിപ്പുള്ള ബിൽഡിങ്ങുകൾ, ഇതിനൊക്കെ എന്തുകൊണ്ട്? വെൽത്ത് ടാക്സ് നമ്മൾ കൊടുക്കണം. അടുത്തത് റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടീസ്. റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടീസ്. കസ്റ്റംസ് ഡ്യൂട്ടി റിഡ്യൂസ് ചെയ്തു. കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു. അതുപോലെ പിന്നെ എന്ത്? കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, വെൽത്ത് ടാക്സ് കുറച്ചു, അടുത്ത കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. നോക്ക്, ഇൻ 1991 ദ പീക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വെയർ ആസ് ഹൈ ആസ് 300%. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് വിദേശത്തുനിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോസ് ചെയ്തിരുന്ന ഡ്യൂട്ടി എത്രയാണ്? 300% ആയിരുന്നു. ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. കാരണം അന്നത്തെ നമ്മുടെ പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇറക്കുമതി ചെയ്ത ഗുഡ്സിന് മേൽ നമ്മൾ ഹൈ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. എത്ര പെർസെൻറ്റോളം? 300%. അതെന്ത് ചെയ്തു? അന്നത്തെ പീക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിരുന്നു അത്. ദീസ് വെയർ ഇമീഡിയറ്റ്ലി സ്ലാഷ്ഡ് ടു 150%. ഇത് വളരെ പെട്ടെന്ന് സ്ലാഷ്ഡ് കുത്തനെ കുറച്ചു. എത്രയായിട്ട്? 150%. നേരെ പകുതിയായിട്ട് കുറച്ചു 91. ആൻഡ് കണ്ടിന്യൂ ടു ഡ്രോപ്പ് സബ്സിക്വന്റ് ഇയേഴ്സ്. എന്നിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ അത് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരുന്നു. എന്തിനാണ്? ടു ഇൻ്റഗ്രേറ്റ് ഇന്ത്യ ഇൻ ടു ദ ഗ്ലോബൽ ഇക്കോണമി. എന്തിനാ? ഇന്ത്യയെ ആരുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ? ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിക്കാൻ. കാരണം ഇത്രയും ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? ഇറക്കുമതി വരില്ല ഇങ്ങോട്ട്, ഇറക്കുമതി കുറയും. അങ്ങനെ ഇറക്കുമതി കുറയുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുമായിട്ടൊരു കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പീക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ടുള്ള 300% വളരെ പെട്ടെന്ന് നമ്മൾ 91 തന്നെ 150%, പിന്നീട് സബ്സിക്വൻ്റ് ഇയേഴ്സിൽ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഇന്ത്യൻ ഇക്കോണമിയെ ഒരു ഗ്ലോബൽ ഇക്കോണമിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് ആരെ ആകർഷിക്കുക? ഫോറിൻ ഗുഡ്സിനെ ആകർഷിക്കുക. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ഇക്കോണമിയുടെ ഭാഗമായി മാറും. ഇതാണ് റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടീസ്. ക്ലിയർ ആണല്ലോ? അടുത്തത് സിംപ്ലിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടീസ്. സിംപ്ലിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടീസ്. എക്സൈസ് നികുതി സിംപ്ലിഫൈ ചെയ്തു, ലളിതമാക്കി. എന്ന് വെച്ചാൽ എക്സൈസ് നികുതി കുറച്ചു. The government began to moving away from duties based on weight and size to ad valorem tax duties based on value. നോക്ക്, the government began to moving away from duties based on weight and size. അതായത് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ട്രാൻസാക്ഷൻ നടക്കുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഇത് പണ്ട് ഈ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെയ്റ്റിനും ഒരു സാധനത്തിൻ്റെ ഭാരത്തിനും വെയ്റ്റിനും സൈസിനും അനുസരിച്ചായിരുന്നു ഡ്യൂട്ടി ചുമത്തിയിരുന്നത്. അപ്പോൾ വെയിറ്റ് കൂടിയാൽ എന്ത് കൂടും? ഡ്യൂട്ടിയും കൂടും. അതായിരുന്നു എക്സൈസ് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി എന്തിലേക്ക് നമ്മൾ 91 ശേഷം അഡ് വലോറം ഡ്യൂട്ടിയിലേക്ക് നമ്മൾ മാറി. അഡ് വലോറം ഡ്യൂട്ടിയിലേക്ക് നമ്മൾ മാറി. മനസ്സിലായി? എന്ന് വെച്ചാൽ എന്താണ്? ബേസ്ഡ് ഓൺ വാല്യൂ, മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാധനത്തിൻ്റെ വെയിറ്റും സൈസും അല്ല, സാധനത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ചുമത്തുന്ന സിസ്റ്റമാണ് അഡ് വലോറം ഡ്യൂട്ടി. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടീസ് നേരത്തെ വെയിറ്റിനും സൈസിനും അനുസരിച്ചായിരുന്നെങ്കിൽ ഇന്ന് 91 ശേഷം അതെന്ത് ചെയ്തു? അഡ് വലോറം ബേസ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള എക്സൈസ് ഡ്യൂട്ടി, അതിനെ പറയുന്ന പേരാണ് അഡ് വലോറം ഡ്യൂട്ടി. അഡ് വലോറം ഡ്യൂട്ടിയിലേക്ക് അത് മാറ്റി. ക്ലിയർ ആണല്ലോ? ഇതാണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി. അടുത്തത് ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻട്രഡക്ഷൻ ഓഫ് മോഡ് വാറ്റ്. എന്താണ് മോഡ് വാറ്റ്? മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് 1986-ലാണിത്. അതായത് വാറ്റിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് പറയാം. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ആദ്യ രൂപം കൊണ്ടുവരുന്നത് 86-ലാണ്. ഇൻട്രഡക്ഷൻ ഓഫ് മോഡ് വാറ്റ്. മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റം വാസ് എക്സ്പാൻഡഡ്. മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്, മോഡ് വാറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് 86-ൽ നമ്മൾ എന്ത് ചെയ്തു? മോഡ് വാറ്റ്, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയും. സിസ്റ്റം വാസ് എക്സ്പാൻഡഡ് എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? 2000-ലാണ് വാല്യൂ ആഡഡ് ടാക്സ് ആയത്. അതിന് നമ്മൾ പറയും പിന്നീട് 2000-ൽ മോഡ് വാറ്റ് വരുന്നത് 86-ൽ, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. അതിനുശേഷം
സെൻ വാറ്റ് എന്ന് പറയും, സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. സെൻ വാറ്റ്, സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. അത് 2000-ലാണ്. കാരണം ഈ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് നമ്മൾ പിന്നീട് എന്താക്കി മാറ്റി? സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ആക്കി മാറ്റി 2000-ൽ. എന്നാൽ അത് 2017 ആയപ്പോഴേക്കും ഈ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ത് ചെയ്തു? നമ്മൾ 2017 അറിയാമല്ലോ എന്തിൽ? GST-യിൽ മെർജ് ചെയ്യിപ്പിച്ചു. GST-യിൽ മെർജ് ചെയ്തു, GST ആക്കി മാറ്റി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്കി മാറ്റി. അപ്പോൾ 86-ലാണ് മോഡ് വാറ്റ് ഉണ്ടായത്, മോഡിഫൈഡ് വാല്യൂ ആഡ് ടാക്സ് എന്ത് ചെയ്തു? അത് എക്സ്പാൻഡ് ചെയ്തു. 86-ൽ വാല്യൂ ആഡഡ് ടാക്സിന്റെ ആദ്യ രൂപമായിട്ടുള്ള മോഡ് വാറ്റ്, മോഡിഫൈഡ് വാല്യൂ ആഡ് ടാക്സ് കൊണ്ടുവന്നു. അതെന്ത് ചെയ്തു? എക്സ്പാൻഡഡ് എന്ന് 91-ൽ അല്ലേ? 91-ന് ശേഷം അത് എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടല്ലേ പഠിക്കുന്നത്? 91-ൽ അത് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. മോഡ് വാറ്റ് 86-ൽ, അത് പിന്നീട് എന്ത് ചെയ്തു? നമ്മൾ 2000-ൽ സെൻ വാറ്റ് ആക്കി മാറ്റി, സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ആക്കി മാറ്റി. 2017-ൽ അത് GST-യിൽ മെർജ് ചെയ്തു. മനസ്സിലായില്ല? 2017-ൽ അത് GST-യിൽ മെർജ് ചെയ്തു. എങ്കിലും സെൻ വാറ്റുള്ള ചില പ്രോഡക്ട്സ് ഉണ്ട്, ഇപ്പോൾ ആൽക്കഹോൾ, അതുപോലെ പിന്നെ എന്താണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ ഇപ്പോൾ എന്താണ് സെൻ വാറ്റ് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം GST ലയിപ്പിച്ചു. ഇനി ദ ടാക്സ് അസസ്മെന്റ് ആൻഡ് പേയ്മെന്റ് സിസ്റ്റം വാസ് സിംപ്ലിഫൈഡ്. ടാക്സ് അസസ്മെന്റ്, നികുതി കണക്കാക്കുന്ന, അതുപോലെ നികുതി അടവ്, പേയ്മെന്റ് സിസ്റ്റം വാസ് സിംപ്ലിഫൈഡ്. എന്ത് ചെയ്തു? ലളിതമാക്കി. ടാക്സ് അസസ്മെന്റും അതുപോലെ പേയ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്തു? ലളിതമാക്കി. അതായത് കമ്പ്യൂട്ടറൈസേഷൻ ഏർപ്പെടുത്തി, അതുപോലെ ഡിജിറ്റലൈസേഷൻ ഏർപ്പെടുത്തി. കമ്പ്യൂട്ടറൈസേഷനും ഡിജിറ്റലൈസേഷനും ഏർപ്പെടുത്തി. എന്നുവെച്ചാൽ നികുതി അടവ്, പണ്ട് ഈ നികുതി നമ്മൾ ഒരു വർഷത്തെ വരവ് ചിലവ് കണക്കുകളൊക്കെ അസസ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്തു? ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ആക്കി, അതുപോലെ അത് ഡിജിറ്റലൈസേഷൻ ആക്കി മാറ്റി. അപ്പോൾ നികുതി കണക്കാക്കൽ, നികുതി അടവ് സംവിധാനം എന്ത് ചെയ്തു? ലളിതമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ടാക്സ് റിഫോംസ് എന്ന് പറയുന്നത്, നികുതി പരിഷ്കാരങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു, അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്തു, അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്തു, വെൽത്ത് ടാക്സ് റെഡ്യൂസ് ചെയ്തു, സിംപ്ലിഫിക്കേഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ കുറച്ചു. പിന്നെ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡ് വാറ്റ്, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് എന്ത് ചെയ്തു? അത് എക്സ്പാൻഡ് ചെയ്തു. 86-ലാണ് വരുന്നത്, 91-ൽ അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തു, കൂടുതൽ ഗുഡ്സിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ബാക്കി സെൻ വാറ്റിൻ്റെ കാര്യവും GST-യുടെ കാര്യവും പറഞ്ഞു. പിന്നെ ടാക്സ് അസസ്മെന്റ് പേയ്മെന്റ് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്തു, ലളിതമാക്കി മാറ്റി. ക്ലിയർ ആവുമല്ലോ? അടുത്ത് നമ്മൾ പോകുന്നു ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ. വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ. ഓക്കെ, നോക്കാം. In 1991, as an immediate measure to resolve the balance of payment crisis, the rupee was devalued against foreign currencies. This led to increase in the inflow of foreign exchange. The rupee was devalued by about 20% in July 1991. അപ്പോൾ വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ, ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് മറ്റൊരു പരിഷ്കാരമാണ് വിദേശ നാണ്യ പരിഷ്കാരങ്ങൾ. എന്താണ് നോക്കാം. In 1991, 1991, ആസ് ആൻ ഇമീഡിയറ്റ് മെഷർ, അല്ലേ, ഒരു ഇമീഡിയറ്റ് മെഷറായിട്ട് എന്തിനുള്ള? ടു റിസോൾവ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. നമുക്കറിയാം 91-ൽ ഇന്ത്യ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്താണ്ട്? അടവുശിഷ്ട പ്രതിസന്ധി, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ദാറ്റ് മീൻസ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എക്സ്പോർട്ട് റവന്യൂവിനേക്കാൾ കൂടി, വളരെ കൂടി. ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് റിസോൾവ് ചെയ്യാനുള്ള, പരിഹരിക്കാനുള്ള ഒരു പ്രധാന മാർഗം എന്ന നിലയിൽ 91-ൽ റുപ്പി വാസ് ഡീവാല്യൂഡ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്ത് ചെയ്തു? കുറച്ചു. രൂപയുടെ മൂല്യം ബോധപൂർവം കുറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ഡീവാല്യുവേഷൻ. ബോധപൂർവം കൂട്ടുകയാണെങ്കിൽ റീവാല്യുവേഷൻ എന്ന് പറയും. റീവാല്യുവേഷൻ, ഗവൺമെന്റ് ബോധപൂർവം കുറച്ചു. എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി, ഏതുമായിട്ട്? വിദേശ നാണ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ മൂല്യം എന്ത് ചെയ്തു? ബോധപൂർവം കുറച്ചു. എന്തിനാണ്? ടു റിസോൾവ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ത്? പരിഹരിക്കാൻ വേണ്ടി. ദിസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ രൂപയുടെ മൂല്യം കുറയ്ക്കുമ്പോൾ എന്താണ് ഗുണം? വിദേശികൾക്കാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡോളറിനിപ്പോൾ 80 രൂപയെന്ന് വെച്ചോ, 80 രൂപ. രൂപയുടെ മൂല്യം കുറയ്ക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡോളറിന് എന്താക്കി? 90 രൂപയാക്കിയെന്ന് വെച്ചോ. ഇപ്പോഴാണ് നമ്മുടെ രൂപയുടെ മൂല്യം 80 രൂപയായിരുന്നത് 90 രൂപയാക്കിയപ്പോൾ രൂപയുടെ മൂല്യം എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ്? വിദേശികൾക്ക്. ഇവിടെ നമ്മൾ ഡോളർ പറയുമ്പോൾ അമേരിക്കക്കാർക്കാണ് അതിൻ്റെ നേട്ടം, അല്ലെങ്കിൽ വിദേശികൾക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും?
ഇന്ത്യയിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാകും. കാരണം $1 മാറിയാൽ 80 രൂപ നേരത്തെ കിട്ടും. ഇപ്പം എത്ര കിട്ടും? 90 കിട്ടും. അപ്പോൾ കൂടുതൽ പണം എങ്ങോട്ടെത്തും? ഇന്ത്യയിലേക്ക് എത്തും. മനസ്സിലായില്ലേ? അപ്പോൾ ദിസ് ലെഡ് ടു ദ ഇൻക്രീസ് ഇൻ ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ഇങ്ങനെ രൂപയുടെ മൂല്യം കുറച്ചതിന്റെ ഗുണം എന്താണ്? നേട്ടം എന്താണ്? ഇന്ത്യയിലേക്ക് വിദേശ നാണ്യത്തിന്റെ വലിയൊരു ഒഴുക്കുണ്ടായി. ഓർക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദിസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. വിദേശ നാണ്യത്തിന്റെ ഒഴുക്കുണ്ടായി എന്ന് വെച്ചാൽ വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് എത്തി. എന്തിന്റെ ഫലമായിട്ട്? ഡീവാല്യൂഷൻ ഓഫ് റുപ്പിയുടെ ഫലമായിട്ട്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ധാരാളം വിദേശ നാണ്യം ഇന്ത്യയിലെത്തി അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. ദ റുപ്പി വാസ് ഡിവാല്യൂഡ് അബൌട്ട് 20% ഇൻ ജൂലൈ 1991. 1991 എത്രയായിട്ട്? 20% നമ്മൾ എന്ത് ചെയ്ത്? ഡിവാല്യൂഷൻ ഏർപ്പെടുത്തുക. റുപ്പി വാസ് ഡിവാല്യൂഡ് ബൈ അബൌട്ട് 20%. ഏകദേശം എത്ര ശതമാനം? 20% നമ്മൾ രൂപയുടെ മൂല്യം കുറച്ചത് 91. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിനകത്ത് ഉണ്ടത്. അപ്പോൾ 91 20% എന്ത് ചെയ്തു? രൂപയുടെ മൂല്യം കുറച്ചു. 20% രൂപയുടെ മൂല്യം കുറച്ചത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിഫോം ആണ്. ഇന്ത്യ മൂവ്ഡ് അവേ ഫ്രം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ടു എ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇന്ത്യ മൂവ്ഡ് അവേ ഫ്രം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ടു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഇന്ത്യ എന്തിൽ നിന്ന്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, $1 = 80 rupees. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് $1 അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വിദേശ കറൻസി വാങ്ങാൻ നമ്മൾ എത്ര രൂപ കൊടുക്കണം? ഡൊമസ്റ്റിക് കറൻസി നമ്മൾ എത്ര രൂപ കൊടുക്കണം? അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ആ എക്സ്ചേഞ്ച് റേറ്റ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഗവൺമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ RBI ആയിരുന്നു. ഗവൺമെന്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയും. അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി? 91 ശേഷം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക്. അതായത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, കമ്പോളം നിശ്ചയിക്കുന്ന, അതായത് വിദേശ കറൻസിയുടെ, ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ചേർന്ന് എക്സ്ചേഞ്ച് റേറ്റ് നിശ്ചയിക്കുന്ന സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിലേക്ക് നമ്മൾ മാറി. ഏതിൽ നിന്നും? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിന്നും. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതും പ്രീവിയസ് ക്വസ്റ്റിൽ കണ്ടിട്ടുണ്ട്. ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് 91 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറി. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയി മാറി. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് ഇപ്പോൾ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. അതുകൊണ്ടാണ് എപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ, ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ഇടപെടലില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ കാരണം, പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് വരാൻ കാരണം എന്താണ്? ഈ പറയുന്ന ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആയതാണ് കാരണം. അപ്പോൾ അതിനെ നമ്മൾ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇനി നോക്ക്. ടുഡേ ദ വാല്യൂ ഓഫ് ദ റുപ്പീ ഈസ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇന്ന് രൂപയുടെ മൂല്യം നിശ്ചയിക്കുന്ന ആരാണ്? മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ഏതൊക്കെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി. ഡിമാൻഡും സപ്ലൈയും ഉണ്ട്. എന്തിന്റെ ഡിമാൻഡും സപ്ലൈയും ആണ്? ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ചേർന്ന് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ഇന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. റാദർ ദാൻ ബീയിങ് ഫിക്സഡ് ബൈ ദ ഗവൺമെന്റ്. ആര് ഫിക്സ് ചെയ്യുന്നതിന് പകരം? ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതിന് പകരം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ അടുത്ത വരുന്നതാണ് സ്റ്റെപ്സ് ടേക്കൺ ടു ഷിഫ്റ്റ് ഫ്രം ഫെറായ് ടു ഫെമ. സ്റ്റെപ്സ് ടേക്കൺ ഷിഫ്റ്റ് ഫ്രം ഫെറ. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലേക്ക് നമ്മൾ മാറി. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൽ നിന്നും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഫെറയെ നമ്മൾ അമെൻഡ് ചെയ്ത് പുതിയൊരു നിയമത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി മാറി. അതാണ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അല്ലെ, ഫെറ പാസ്സാക്കിയത് 1973, ഫെമ വന്നത് 99 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെറയ്ക്ക് പകരം ഫെമ വരുന്നത്. അത് മറ്റൊരു പരിഷ്കാരം ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് എന്തിൽ വരുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുന്നത്. അല്ലേ, എന്തൊക്കെയാണ്? 91 നമ്മൾ രൂപയുടെ മൂല്യം കുറച്ചു. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് രൂപയുടെ മൂല്യം കുറച്ചത്. ഇതിന്റെ ഫലമായിട്ട് ഫോറിൻ ക്യാപിറ്റലിന്റെ ഇൻഫ്ലോ ഉണ്ടായി. 20% നമ്മുടെ രൂപയുടെ മൂല്യം നമ്മൾ 91 നമ്മൾ കുറച്ചത്. മറ്റൊന്ന്, ഇന്ത്യ എന്ത് ചെയ്തു? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പകരം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ മൂവ് ചെയ്തു.
പിന്നെന്താണ്, ഇന്ന് നമ്മുടെ രൂപയുടെ മൂല്യം നിശ്ചയിക്കുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്, അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫെറയ്ക്ക് പകരം നമ്മൾ ഫെമ എന്ന നിയമം കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ലിബറലൈസേഷനിൽ അടുത്ത വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. അപ്പോൾ ലിബറലൈസേഷനിൽ ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. അതിൽ മറ്റൊന്നാണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. നോക്കാം അതിലെന്തൊക്കെ പരിഷ്കാരങ്ങളാണ് 91 കൊണ്ടുവന്നത്. ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് അബോളിഷ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഡീ ലൈസൻസിങ് ഏർപ്പെടുത്തിയതുപോലെ ഇവിടെ എന്താണ്, ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് അല്ലേ. ഇറക്കുമതിക്ക് വേണ്ടിയിരുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്താൻ വേണ്ടിയിരുന്ന ലൈസൻസിങ് സമ്പ്രദായം എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. എക്സെപ്റ്റ് ഒഴികെ എന്ത്, ഇൻ കേസ് ഓഫ് ഹസാഡസ് ആൻഡ് എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്. അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. എന്താണ്, ഹസാഡസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അപകടകരമായിട്ടുള്ള, അതുപോലെ എൻവയോൺമെന്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള, പരിസ്ഥിതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ ഒഴികെ എന്ത്, ബാക്കിയുള്ളതിന്റെ ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് ചെയ്തു. കാരണം എന്തിനാ, ഇമ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് മാനുഫാക്ചേർഡ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വെയർ റിമൂവ്ഡ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് അതിന് നമ്മൾ കോട്ട എന്ന് പറയും. കോട്ട അളവുപരമായ നിയന്ത്രണം എന്ന് പറയും. ഇറക്കുമതിക്ക് 2 തരം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് നമ്മൾ. ഒന്ന് ഈ പറയുന്ന ഇമ്പോർട്ട് താരിഫ്, മറ്റൊന്ന് എന്തായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ. കോട്ട മീൻസ് അളവ് വെട്ടിക്കുറയ്ക്കുക, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് വെട്ടിക്കുറയ്ക്കുക. അതായത് കോട്ട ഓൺ ഇമ്പോർട്ട്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് എന്തിലുള്ള, ഓൺ മാനുഫാക്ചേർഡ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന മാനുഫാക്ചേർഡ് കൺസ്യൂമർ ഗുഡ്സ്, മാനുഫാക്ചേർഡ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ ഈ ഉപഭോഗ വസ്തുക്കളുണ്ടല്ലോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ കൺസ്യൂമർ ഗുഡ്സിന്റെ, അതുപോലെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ഉണ്ടായിരുന്ന അളവുപരമായ നിയന്ത്രണങ്ങൾ നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം അതിന്റെ അളവൊക്കെ നമ്മൾ നിജപ്പെടുത്തിയിരുന്നു, അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. ഇപ്പോൾ യഥേഷ്ടം വിദേശത്തുനിന്ന് ഇഷ്ടം പോലെ എന്ത് കൺസ്യൂമർ ഗുഡ്സും അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ കഴിയും 91 റിഫോംസിന് ശേഷം. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ കൺസ്യൂമർ ഗുഡ്സ്, അതുപോലെ എസെൻഷ്യൽ ഗുഡ്സ്, അതുപോലെ പിന്നെന്താണ് ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ വിദേശ ഉൽപ്പന്നങ്ങൾ ധാരാളം വരുന്നത്. പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്തു, ആ റെസ്ട്രിക്ഷൻസ് കുറച്ച് ഈ അളവ് അല്ലേ അയവ് വരുത്തി. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫുള്ളി റിമൂവ്ഡ് ഫ്രം ഏപ്രിൽ 2001. ഇത് പിന്നെ 91 നമ്മൾ എന്ത് ചെയ്തു, റെസ്ട്രിക്ഷനിൽ അയവ് വരുത്താൻ തുടങ്ങി. 2001 എന്ത് ചെയ്തു, ഈ കൺസ്യൂമർ ഗുഡ്സിലും അതുപോലെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിലുമുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ടും, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. ആണ് ഫുള്ളി റിമൂവ്ഡ് ഫ്രം ഏപ്രിൽ 2001. അപ്പോൾ 91 ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറേശ്ശെ നടപ്പിലാക്കി വരികയാണ്. 2001 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, അഗ്രികൾച്ചർ പ്രോഡക്ട്സിലും കൺസ്യൂമർ ഗുഡ്സിലുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തു കളഞ്ഞു. ഓക്കെ. അടുത്ത മറ്റൊരു പരിഷ്കാരമാണ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഹാവ് ബീൻ റിമൂവ്ഡ്. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഹാവ് ബീൻ റിമൂവ്ഡ്. കയറ്റുമതി ചുങ്കം നീക്കം ചെയ്തു. ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമല്ല, എക്സ്പോർട്ട് ഡ്യൂട്ടിയും നമ്മൾ നീക്കം ചെയ്തു. എന്തിനാണ്, ടു ഇൻക്രീസ് ദ കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. വിദേശ കമ്പോളങ്ങളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ. കാരണം വിദേശ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത അറിയാം, ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, കുറച്ചുകൂടി വില കുറച്ച് സാധനങ്ങൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഉൽപ്പന്നങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിക്കും. അങ്ങനെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിക്കാൻ, ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ് ചെയ്തു, കയറ്റുമതി ചുങ്കം കുറച്ചു. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വെയർ ഓൾസോ കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഇറക്കുമതി ചുങ്കവും നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. എക്സ്പോർട്ട് ഡ്യൂട്ടിയോടൊപ്പം ഇറക്കുമതി ചുങ്കവും കുറച്ചു. അടുത്ത നോക്ക്, FDI limit was raised from 40% to 51%. FDI foreign direct investment, നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശ മൂലധന നിക്ഷേപം FDI വ്യവസായങ്ങളിലുള്ള, നേരത്തെ നമ്മൾ ബാങ്കിങ് സെക്ടറിലാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വിദേശങ്ങളിലെ FDI ലിമിറ്റ് വാസ് റൈസ്ഡ് ഫ്രം 40% to 51%. 40% നിന്നും 51% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. FDI എന്താണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപം. വിദേശികൾക്ക് ഇവിടെ വന്ന് നേരിട്ട് ഒരു വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിക്ഷേപം 51%. 49% ആരായിരിക്കും, ഇന്ത്യൻ കമ്പനികളാണ്. എന്നാൽ അത് എന്താണ്, 40% ആയിരുന്നത് നേരത്തെ, എത്രയാക്കി ഉയർത്തി, 51% ഉയർത്തി. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് ചെയ്തു, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കുറച്ചു അല്ലെ എടുത്തു കളഞ്ഞു, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ് ചെയ്തു, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു. അതുപോലെ FDI ലിമിറ്റ് 40% നിന്ന് 51% ഉയർത്തി.
അപ്പോൾ ഇത്രയുമാണ് എന്ത് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ക്ഷമയോടുകൂടി തന്നെ പഠിക്കുക. കാരണം ഇതിനകത്ത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കേണ്ട പോയിന്റ്സ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. നിയോ ലിബറലൈസേഷൻ, നവ ഉദാരവൽക്കരണം എന്ന് പറയും. കാരണം ഈ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിലൊക്കെ, 10ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഉദാരവൽക്കരണത്തെക്കുറിച്ചും അതുപോലെ എന്താണ് നവ ഉദാരവൽക്കരണത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്, നവ ഉദാരവൽക്കരണം. നോക്ക്, നിയോ ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ന്യൂ ഇക്കണോമിക് പോളിസീസ് ദാറ്റ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ഓർ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ ഗവൺമെൻറ് കൺട്രോൾസ്. അപ്പോൾ എന്താണ്ട് നിയോ ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ന്യൂ ഇക്കണോമിക് പോളിസീസ്. നിയോ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ലിബറലൈസേഷൻ്റെ പുതിയൊരു വെർഷനാണ്. നിയോ ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ന്യൂ ഇക്കണോമിക് പോളിസീസ്, പുത്തൻ സാമ്പത്തിക നയമാണ്. ദാറ്റ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ഓർ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ഗവൺമെൻറ് കൺട്രോൾസ്. അതായത് ദാറ്റ് കംപ്ലീറ്റ്ലി റിജക്റ്റ്, പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു, ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ഗവൺമെൻറ് കൺട്രോൾ, അതായത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഗണ്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളെ നിരാകരിക്കുന്ന, ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നയങ്ങൾക്ക് പറയുന്ന പേരാണ് നിയോ ലിബറലൈസേഷൻ. ഇപ്പോൾ ലിബറലൈസേഷനിൽ ഗവൺമെൻറ് നയങ്ങൾ അയവ് വരുത്തുകയാണ്. ഗവൺമെൻറ്റിൻ്റെ റോളുണ്ട് അവിടെ, ഗവൺമെൻറ്റിന് ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആവാം. പക്ഷേ നിയോ ലിബറലൈസേഷൻ്റെ വക്താക്കൾ പറയുന്നത് ഒരു തരത്തിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടാൻ പാടില്ല, ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല, ഒരു തരത്തിലുള്ള നിയന്ത്രണവും പാടില്ല. കംപ്ലീറ്റ് റിജക്ഷനാണ്. ഗവൺമെൻറ് കൺട്രോള് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു നയത്തെ പറയുന്ന പേരാണ് നിയോ ലിബറലൈസേഷൻ. ക്ലിയർ ആവുമല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് നിയോ ലിബറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്. അപ്പോൾ ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോയിന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് പഠിക്കുക, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.